ഫുൾ എ ഐ യൂസ് ചെയ്തിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. അത് ആ ശരി. ആ ലൈക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫീച്ചർ ഫിലിം. ആ പക്ഷെ കണ്ടിട്ട് ആന്ന് തിരിയുന്നുണ്ട്, അതുകൊണ്ട് ഒരുമാതിരി കാണാൻ. ഇത് ഇതാടാ എൻഡിങ്ങാ. ലൈക്ക് നമ്മള് സ്പൈഡർമാൻ ഒക്കെ കണ്ടിട്ടാകുമ്പോ എണീച്ചു പോകുമ്പോ പോസ്റ്റ് കാണിക്കില്ലേ എൻഡില് ഒരെന്നാ ക്ലിഫ് ഹാങ്ങർ എന്ന് അറിയില്ലേ, അത് അങ്ങനെ ശരി. സാധനം. ഇത് പക്ഷെ ശരിയായ സാധനം മോനെ. ഇത് ഒരു സൈഫൈ പടം പോലെ കാണേണ്ട പടമാണ് ആക്ച്വലി. സൈഫൈ പടമാണ്. ഞാൻ ഈ പടം കണ്ടിട്ടില്ല, നോളൻ മാറി നിൽക്കും. ക്രിസ്റ്റഫർ നോളനെ വെല്ലുന്ന സൈഫൈ പടം. എന്തറിയോ, അതായത് സൂപ്പർ ഹീറോ ആണോ? സൂപ്പർ ഹീറോ എന്നും പറയാം. ലൈക്ക് സംഭവം ഇവർക്ക് സൂപ്പർ ഹീറോ പടം എടുക്കാനുള്ള ലിമിറ്റേഷൻ, സൂപ്പർ ഹീറോ അല്ല, എന്താണ് സൂപ്പർ പവേഴ്സ് ഉണ്ട് ഉള്ള ഒരു പടമാണ് ആക്ച്വലി ക്യാരക്ടേഴ്സ്. അപ്പൊ അവർക്ക് അത് അതിനുള്ള ശരി. ലിമിറ്റേഷൻസ് ഉണ്ട്. ഭയങ്കര ലോ ബഡ്ജറ്റ് പടമാണ്. അപ്പൊ ആ ലിമിറ്റേഷൻസ് ഇവര് AI വെച്ചിട്ട് ഇല്ലാണ്ടാക്കി. എന്റെ മോനെ, പടത്തിന്റെ കാര്യം പറയാനല്ല, ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്നാ. റേറ്റിംഗ് എന്താ? 4.3 ഉള്ളൂ റേറ്റിംഗ്. 4.3 ഉള്ളൂ. കാരണം ഈ പടം മോസ്റ്റ് സീൻസും AI വെച്ചിട്ടാ ഷൂട്ട് ചെയ്തത്. ഓ എത്ര ആള് അത് ശരി. റേറ്റിംഗ് കൊടുത്തിന്? 4.3. 2000 ആൾക്കാർ റേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ. എടാ, ഉം. ഇത് ഈ പടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മന്ദാകിനി എന്ന് പറഞ്ഞ ഒരു പ്രേതമുണ്ട്. ഓക്കെ. ആ, അപ്പൊ മന്ദാകിനി അനാർക്കലി മരക്കാറാണോ മന്ദാകിനി? അനാർക്കലി മരക്കാരല്ല, നമ്മുടെ ഇവളില്ലേടാ, നമ്മൾ ഉമർ ലുലു പടത്തിലൊക്കെ ഉണ്ടാകുന്ന മെർലിൻ നാറ്റാണ് അവളെ പേര്. ഉമർ ലുലു പടത്തിൽ എപ്പോ ഉണ്ട് അവര് കഞ്ചാവ് അല്ല അങ്ങനെ ഒരു. ചുരുണ്ട മുടി, ആ ചുരുണ്ട മുടി. നൂറിനല്ല, നൂറിനെ പോലത്തെ നൂറിന്റെ കൂടെയുള്ള ഒരു വേറൊരു ചുരുണ്ട മുടിയുണ്ട്. പിന്നെ ആരാ? പ്രിയ പി വാര്യർ ആണോ? അല്ല, പ്രിയ വാര്യർ അല്ല. നടിന്റെ പേരെന്തായിരുന്നു? എടാ നീ സ്ക്രോൾ ചെയ്തിട്ട് കാസ്റ്റ് എടുക്ക്. ആ IMDb. കാസ്റ്റ് എടുത്താ മതിയല്ലോ നീ. മാളവിക മേനോൻ, ലക്ഷ്മി നന്ദൻ, ഗൗരി നന്ദ, സനീഷ് കൃഷ്ണൻ, മെറീന ഇതന്നെ. മെറീന മൈക്കിൾ കുരിശിങ്കൽ. വെളി മെറീന. മൈക്കിൾ കുരിശിങ്കൽ. മറീന മെറീന മൈക്കിൾ മൈ കുരിശിങ്കൽ. ഓ, റിയാസ് ഖാൻ എല്ലാം ഉണ്ടല്ലേ? റിയാസ് ഖാനാണ് വില്ലൻ, മെയിൻ വില്ലൻ. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതായത് സെക്കൻഡ് പാർട്ട് ഇറക്കാനുള്ള സ്കോപ്പ് ഉണ്ട് സാധനത്തിന്. ധ്യാൻ വേഴ്സസ് റിയാസ് ഖാൻ. എന്ത് പടം എനിക്കറിയാം, ബാഹുബലിനെ വെല്ലുന്ന പടം. ഓഫ്. സെക്കൻഡ് ബാഹുബലില്ല, ഇറങ്ങിയ തിയേറ്ററിൽ പോയി കാണും. ഇന്റർനാഷണൽ സ്റ്റെഫാണ് ആ സാധനം. ഇവളാണ് സ്ട്രീമിൽ ആ, കാണുന്നുണ്ടാവും. മെറീന ഇത് മൈക്കൽ. മറ്റേ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചിയുടെ മോളല്ലേ? ആ അമ്മച്ചിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയുണ്ട്, അവരെ മോളാണ്. ആ ഹാ ഹാ ഉം. ഈ ഏഹ്, ഇതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളാണ് നമ്മുടെ മന്ദാകിനി. അതായത് ഇതിലെ പ്രേതം എന്ന് പറഞ്ഞാല് ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിലാണ് ഈ ധ്യാൻ ശ്രീനിവാസനൊക്കെ പഠിച്ചിറങ്ങിയത്. ധ്യാൻ ശ്രീനിവാസൻ പണ്ട് പഠിച്ചതാ. ധ്യാൻ ശ്രീനിവാസൻ ഇതായിരുന്നു, അലൂമിനിയാണ് ആ കോളേജിലെ. അപ്പൊ ആ ഓ, കോളേജിന്റെ. മൈക്കിൾ ജാക്സനെ പോലെ. ആ മൈക്കിൾ ജാക്സണോ? മറ്റേ പടമില്ലേ, മൈക്കിൾ ജാക്സനും മറ്റേ ഇവനുള്ള റംസാനൊക്കെ ഉള്ള. ആ ആ പടം എങ്ങനെയാണോ? അപ്പൊ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കലിംഗ യുദ്ധ കാലഘട്ടത്തില് ഏഹ്, ഇവര് ഒരു ദുർമന്ത്രവാദിനെ അതതെ. വിഗ്രഹത്തിലാക്കിയിട്ട് കിണറ്റിൽ ഉം. കൊണ്ടുപോയി ഇട്ടു. വിഗ്രഹം. കിണറില്. ആ കിണറില്. ജിത്തുബായി വന്നിട്ടുണ്ട്. ഏത്? ജിത്തുബായി ഫായ്സ് ഹായ് വരുമെന്ന്. ജിത്തുബായി. ജിത്തുബായി വന്നോ? ജിത്തുബായി ഉം. വന്നു. ആ ആ, ആ, ഹായ് ഹായ് ഹായ്. ജിത്തുബായി, ജിത്തുബായി. ആ അപ്പൊ ഇല്ലേ, ഈ പ്രേതത്തിനെ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ട്. അപ്പൊ ഇത് അവിടെ ആ കിണറ്റിന്റെ അടുത്ത് ഒരു കോളേജ് വന്നു. അപ്പം കോളേജിലെ പിള്ളേർ ഈ കിണറ്റിന്റെ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലാട്ട് റിസ്ട്രിക്ട് ചെയ്തു. ഇപ്പൊ സ്വാഭാവികമായിട്ടും കോളേജ് പിള്ളേർ എന്താ ചെയ്യാ? അങ്ങോട്ട് പോകും. വള്ളി പിടിക്കും. ഓഫ് കോഴ്സ് വള്ളി പിടിക്കും. കോളേജ് പിള്ളേർ വള്ളി പിടിക്കും. സോ ആ കോളേജിൽ പക്ഷേ അതല്ല. കോളേജ് പിള്ളേറിനേക്കാളും ആ ആ, കോളേജ് ഓക്കെ, കോളേജ് പിള്ളേർ. കോളേജ് പിള്ളേർ. അപ്പം അങ്ങനെ ഒരു കോളേജിൽ പഠിക്കുന്ന ചെക്കൻ ഒരു ദിവസം ആ രാത്രി കാട്ടിലേക്ക് പോകും. ആ കാട്ടില് ആ കിണറിന്റെ അടുത്ത് പോകും. കിണറിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഈ പ്രേതം എന്തോ ഒരു പാട്ടോ എന്തോ സാധനം പാടുന്ന എന്താ ഓഡിയോ കേൾക്കുന്നില്ല. അപ്പൊ ആ ഓഡിയോയില് ഇവൻ വശീകരിക്കപ്പെടും. ഇവൻ പോയിട്ട് കിണറ്റിൽ ചാടും. ഇതാണ് ഈ പ്രേതത്തിന്റെ ഏഹ്, ശത്രുവിനെ ഇതാക്കുന്ന, ലൈക്ക് കാട്ടിലേക്ക് കയറി വരുന്നവരെ കൊല്ലുന്ന രീതി.
അത് ശരി. അപ്പൊ ആ കിണറ്റിന്റെ അടുത്ത് നമ്മൾ പോകാൻ പാടില്ല. അതാണ് ഈ മെയിൻ തീം. കിണറ്റിന്റെ അടുത്ത് പോകുന്നവരെ അത് വശീകരിച്ചിട്ട് കിണറ്റിൽ ചാടിക്കും. കിണറ് ഇതാണ് മറ്റേ ഫോർബിഡൻ ആണ്, ഫോർബിഡൻ ഫോർബിഡൻ കിണർ. ആണ്. അപ്പൊ ആ കിണറില് കാട്ടിന്റെ മോട്ടർ വെച്ചിട്ട് വെള്ളം പിടിക്കാൻ പറ്റുമോ? ഏ, ആ കിണർ അങ്ങനത്തെ ആ കിണറല്ല ഇത്. ഭയങ്കര ഉള്ളോട്ടുള്ള ഒരു കാട്ടിലാണ് ഈ കിണറുള്ളത്. ഈ കിണറിന് ഒരു പേരുണ്ട്, മന്ദാകിനി കിണർ. കിണർ. മന്ദാകിനി ആ കാട്ടിലുള്ള ഒരു കിണർ. ഈ ആ കാടിന് ഒരു പേരുണ്ട്, മന്ദാകിനി കാട്. ആ കാട്ടിന്റെ നടുക്കാണ് ഈ കിണർ. സി യു കെയിൽ അതുപോലെ ഒരു കിണറുണ്ടോലും. സി യു കെയിൽ അങ്ങനെ ഒരു കിണറുണ്ടോ? അതാ ആദ്യം അറിയുന്നതാ. ആണോ? സി യു കെയിലെ കിണറൊക്കെ പായസിനെ അറിയുന്ന പറഞ്ഞേ. അതേത് കിണറാടാ? ഡേ 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 ഡേ, എനിക്കറിയില്ലല്ലോ ആ കിണറ്. ഏയ്, പായസത്തിനെതിരെ അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. കിണറിന്റെ അവിടെ പോയിട്ട് എന്തായാലും എനിക്കറിയില്ല. അപ്പം അപ്പല്ലേ ഈ ചങ്ങായി അപ്പൊ എല്ലാരും പോകൂല. അപ്പം ആ കിണറിലേക്ക് റിസ്ട്രിക്ട് ചെയ്യും. അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഈ കിണറിന്റെ അടുത്തേക്ക് വേറെ കുറച്ച് പിള്ളേര് ഈ ഗ്രഹണമുള്ള രാത്രി പോകും. ഈ ഗ്രഹണമുള്ള രാത്രി അവിടെ അമാവാസി ആയിരിക്കും, ഫുൾ മൂൺ അമാവാസി, അത് ആയിരിക്കും. തന്നെ ഫുൾ അമാവാസി. മൂണോ എക്ലിപ്സ് അല്ലെങ്കിൽ എന്നല്ല പറയാ അതിന്, എക്ലിപ്സ് എന്നല്ല പറയാ. എക്ലിപ്സ് അല്ല, സൂര്യനല്ല, ചന്ദ്രൻ ഉള്ളതാണോ ഇല്ലാത്തയാണോ? എക്ലിപ്സ് എടാ, അമാവാസി ആയിരിക്കും. അതായത് സാധാരണ പ്രേതങ്ങൾക്ക് സൂപ്പർ പവേഴ്സ് കൂടുതൽ കിട്ടിയ ഏത് സമയ? ഒന്നെങ്കിൽ ചന്ദ്രനുള്ള ഫുൾ മൂണും അല്ലെങ്കിൽ സീറോ മൂണോ, ഫുൾ അല്ല, അല്ലാത്ത. അല്ല, ഗ്രഹണം, ഗ്രഹണം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ആ നമ്മുടെ ഗ്രഹണം എന്ന് പറഞ്ഞാല് സൂര്യനും ചന്ദ്രനും ഉള്ളതല്ലേ, എക്ലിപ്സ് അല്ലേ? ആ ആ ആ അതായത് സൂപ്പർ ബ്ലഡ് മൂൺ, സൂപ്പർ ബ്ലഡ് മൂൺ. സൂപ്പർ ബ്ലഡ് മൂൺ. അങ്ങനെ എന്തോ സംഭവം. അപ്പം ഇത് സൈഫൈ പടാണ് ആക്ച്വലി കേട്ടോ, ഹൊറർ മൂവി അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ്. അപ്പൊ ഇതില് ധ്യാൻ ശ്രീനിവാസൻ വലിയൊരു സോങ് അതെ, ആണ്. പക്ഷെ ആളൊരു പ്രോപ്പർ സൈഫൈ. ഫിസിസിസ്റ്റ് ആണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസൻ ഒരു ഫിസിസിസ്റ്റ് ആണ്. നമ്മൾ ഇന്റർസ്റ്റെല്ലാറിലെ കൂപ്പറിനെ പോലത്തെ ഫിസിസിസ്റ്റ് ഒന്നല്ല, അതിനെ വെല്ലുന്ന ഫിസിസിസ്റ്റ്. അതായത് ഓൻ അതിന് കൊടുക്കുന്ന സയന്റിഫിക് റീസണിങ് എന്താണെന്ന് അറിയോ? ഗ്രഹണ സമയങ്ങളിലെ കോസ്മിക് റേസ് മന്ദാകിനിയുടെ തകിടിന്റെ, അല്ല, മന്ദാകിനിയെ തളച്ചത് ഒരു തകിട് കെട്ടിയിട്ടുണ്ട് കാട്ടില്. തകിട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ മന്ത്രിച്ച് കെട്ടുന്ന ഒരു സംഭവമാണ് കാട്ടില്. തകിട്. ആ ആ തകിട് ഓട്. ആ ആ ഓക്കെ, ആ. മനസ്സിലായി. അപ്പം ആ കാട്ടില് തകിട് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഗ്രഹണമുള്ള സമയത്ത് ഈ തകിടിന്റെ ശക്തി അങ്ങനെ തന്നെ ഇല്ലാണ്ടാവും. അതായത് അത് എന്തോ, ശരി. അതായത് ജാൻസിനാസ് പറയുന്നത് എങ്ങനെയാണ്, ഗ്രഹണ സമയങ്ങളിലെ കോസ്മിക് അപ്പൊ റേസ് കാരണം ഈ തകിടിന്റെ ശക്തി ഇല്ലാണ്ടാവും. അതായത് നമ്മള് പണ്ട് പണ്ട് ഈ മന്ദാകിനി തളച്ച മന്ത്രവാദി ഇത് ആലോചിച്ചിട്ടില്ല. ഇല്ല, അത് അതായത് മന്ത്രവാദികൾക്കും മിസ്റ്റേക്സ് പറ്റുമല്ലോ. അതെ അതെ. ആ അപ്പം പക്ഷെ ഈ ആ മിസ്റ്റേക്ക് ധ്യാൻ കണ്ടുപിടിച്ചു. ധ്യാൻ കണ്ടുപിടി. ധ്യാൻ ബ്രില്യന്റ് ആണ്, ഓഫ് കോഴ്സ്. ധ്യാൻ ഒരു സയന്റിസ്റ്റ് ആണ് ഇതില്. അതായത് അത് ഈ ശരി. ധ്യാന്റെ ഇത് സയന്റിഫിക് കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ തകിട് ആക്ച്വലി ഫാരഡേ കേജ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. മനസ്സിലായോ? ആ ഫോറസ്റ്റിലെ ഈ തകിട്, അതായത് മന്ത്രിച്ചിട്ട് കുറെ സാധനങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട് ഓരോ മരത്തിന്. ഓ, അപ്പൊ ഈ മറ്റേ മറ്റേ കാറിന്റെ ആ ഉള്ളില്, കാറിന്റെ ഉള്ളില് കാറിന്റെ ഉള്ളിൽ ഷോക്ക് അടിക്കാണ്ടിരിക്കാൻ. ആ ഇടിമിന്നൽ വരില്ല എന്ന് പറയുന്ന ആ പോലെ. ഓ അത് shit. അതുപോലൊരു സാധനമാണ് ഈ തകിട്. സോ ഉം. ഈ ഗ്രഹണ സമയത്ത്, ആ ഗ്രഹണ സമയത്ത് നിന്ന് ഈ കോസ്മിക് റേസ് ഭൂമിയിലേക്ക് വരും. അങ്ങനെയാണ്. അതായത് സ്റ്റാർസ് കാരണം ഈ കോസ്മിക് റേസ് എങ്ങനെ ഉണ്ടാകുന്നെന്ന് എനിക്ക് പ്രോപ്പർ ആയിട്ട് ഈ അറിയില്ല. ഈ ആദ്യം ആ ഈ കോസ്മിക് കോസ്മിക് റേസിനെ റേസ് പറ്റി അറിയണമെങ്കിൽ തന്നെയല്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ആദി. ജോണി. കോസ്മിക് റേസിന്റെ ഞാൻ പറഞ്ഞുതരാം. ആ കോസ്മിക് ആ റേസ് എന്ന് പറഞ്ഞാല് നമ്മുടെ മാർവലില് ഫാന്റാസ്റ്റിക് ഫോറിലുള്ള 4 ആൾക്കാർക്കും പവർ കിട്ടാൻ കാരണം ഈ കോസ്മിക് റേസ് ആണ്. ഓക്കേ. ആ ഓ അതായത് അവര് റോക്കറ്റില് ബഹിരാകാശത്തേക്ക് പോകുമ്പോ ഒരു ആക്സിഡന്റ് അല്ലേ, ആ ആഹാ. ആക്സിഡന്റില് കോസ്മിക് രശ്മികൾ വന്ന് പതിച്ചിട്ടാണ് റീഡ് റിച്ചാർഡ്സിന് എലാസ്റ്റിക് പവറും കോസ്മിക് മറ്റവർക്ക് റേസ്. ഇൻവിസിബിലിറ്റി മറ്റേ പവറും കോസ് പിന്നെ സ്പീഡതും പിന്നെ മറ്റേ ഓക്കേ. ബെൻ ആർ പോലെ ആവുന്നതും എല്ലാം. ഫാന്റാസ്റ്റിക് ഫോർ ഫുള്ള് കോസ്മിക് റേ വെച്ചിട്ടുള്ളൊരു കളിയാണ്. അത് ആഹാ. ഈവൻ അതിന്റെ 2010s ഇറങ്ങിയ പഴയ ഫാന്റാസ്റ്റിക് ഫോറില് ആ സിനിമയുടെ ഡയലോഗ് എടുത്തു നോക്കിയാല് അതില് ഫുള്ള് ഇടക്കിടക്കേ ഇങ്ങനെ കോസ്മിക് റേസ് എന്ന് പറഞ്ഞോണ്ടിരിക്കും. ആഹാ. ആ അപ്പൊ അതുപോലെ തന്നെ സംഭവം. അപ്പം ഇത് കോസ്മിക് റേസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോസ്മിക് റേസ് കാരണം ഈ പ്രൊട്ടക്ഷൻ ലെയർ ഡാമേജ് ആവും.
ലൈക്ക് ആ ഓ മറ്റേ തകിട് ലൈക്ക് തകിട് ഡാമേജ് മന്ത്രിച്ചിട്ട് ആവും. മന്ത്രിച്ചിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ കെട്ടിയിട്ടുണ്ടായി, മറ്റേ മുട്ടയും മറ്റേ എന്താണ് കൂടോത്രം ബേസിക്കലി എന്തൊക്കെയോ ചെയ്ത് കൂടോത്രവും തളക്കലും ബേസിക്കലി ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണോ? സയന്റിഫിക്കലി ആ, ഓക്കെ ഓക്കെ. നോക്കുകയാണെങ്കിൽ അല്ല, കൂടോത്രവും അതില് തളയ്ക്കലും വേറെയാണ്. എങ്ങനെയാണ് തകിടെന്നൊന്നും അതിൽ കാണിക്കുന്നില്ല കേട്ടോ. അതൊരു വലിയ അത് പ്രത്യേകത. ശരി. ആ, അപ്പം തകിടൊന്നും കാണിക്കുന്നില്ലേ? ഇല്ല, തകിടൊന്നും കാണിക്കുന്നില്ല കുറെ. അതായത് ഇത് ഫുള്ള് ജെമിനിയാണ്, ജെമിനി പടാണ്. ഏ ഇതിന്റെ ബുക്ക് ഉണ്ടോ? സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടോ? എനിക്ക് ആക്ച്വലി ഈ ബുക്ക് സ്റ്റോറി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഏഹ് വെറൈറ്റി അത് ശരി. പ്ലോട്ടാണ്. എന്നിട്ട് എന്താണ്, ഏഹ്, ഈ അതായത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഈ നടക്കുന്നത് ഗ്രഹണ സമയത്താണ്. ഉം. അതായത് ഈ, ഒരു എനിക്കറിയില്ല, ഒരു ടിപ്പിക്കൽ ഗ്രഹണത്തിൽ ഏകദേശം എത്ര മുതൽ എത്ര വരെ മരണങ്ങൾ നടക്കും ടിപ്പിക്കലി ലൈക്ക് നോക്കുകയാണെങ്കിൽ? ഇതില് ഈ പടത്തില് ഒരു മരണം അങ്ങനെയൊക്കെ നടക്കുന്നുള്ളൂ, ഒരു ഗ്രഹണത്തിന് ഒരു മരണം അങ്ങനെയുള്ളതൊക്കെ. കാരണം ഉം. ഈ കഴപ്പുള്ള ടീംസ് ആകെ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ, ലൈക്ക് ഒരു ഗ്രഹണത്തിന് ഒരാള്, അങ്ങനെ ഒരു അത് ഇതായിരിക്കും. ശരി. ഉം. അല്ല കഴപ്പ് വേണമെങ്കിൽ രണ്ടുപേര് വേണ്ടേ? ഒരാൾക്ക് ഒറ്റയ്ക്ക്? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടത്തിന് ആകെ എനിക്ക് കണ്ട പോരായ്മ എന്ന് വെച്ചാൽ ഈ പിള്ളേരൊക്കെ വള്ളി പിടിക്കാനായിട്ട് പോകുന്ന ടൈപ്പ് പിള്ളേരാ. ഓ മറ്റേ ഇതില് ബ്ലാസ്റ്റില് മറ്റോള് സംസാരിക്കുന്നത് ഒളിഞ്ഞു കേട്ട് പോയി ആ ചാങ്ക അതുപോലെ. ആ, ഇത് വേറൊരു തരം വള്ളി പിടിക്കല്. അതായത് രാത്രി വെറുതെ നമ്മളിപ്പോ രാത്രി റൂമിൽ നിന്ന് ചായ കുടിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഉം. വെറുതെ ചായയൊക്കെ കുടിച്ച് വെറുതെ നടക്കുമ്പോ നമുക്ക് തോന്നും, എടാ നമുക്കൊന്ന് കോളേജ് വരെ പോയാലോ, ഇന്ന് ന്യൂ ഇയർ അല്ലേ, നമുക്കൊന്ന് മന്ദാകിനി കാട്ടിലൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ആ ആ ഹൊറർ പടത്തിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്കെന്നാ ഉറപ്പടൊക്കെ ഇവിടുന്ന് ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ. രാത്രി ആവുമ്പോ ഇവന്മാർക്ക് ഇങ്ങനത്തെ ഓരോരോ തോന്നല് തോന്നൂളെ. എന്നിട്ട് അതെ. രാത്രി ഇവര് മേ ബി ഇവൻ ഭണ്ടാകിനിക്കാട്ടിലേക്ക് പോകും. മന്ദാകിനി എന്നുള്ള പ്രേതം ഇവരെ മൈൻഡിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് ഇവരെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ആവാം. ആ മേ ബി ഇങ്ങനെ നമുക്ക് ആലോചിക്കാലോ. അല്ല അല്ലല്ല, മന്ദാകിനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മന്ദാകിനിക്ക് ഒരു ഉം. പ്രശ്നമുണ്ട്. ആ മന്ദാകിനി കാട്ടിന്റെ ചുറ്റും ഒരു തകിട് കെട്ടിയിട്ടുണ്ട്. ആ തകിടിനെ മറികടക്കാൻ മന്ദാകിനിക്ക് പറ്റില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ബേസിക്കലി, ഫാരഡേ കേജ് ഓ, ഇലക്ട്രോസ്റ്റാറ്റിക് ഓ, ഷീൽഡിങ് എന്ത് വേണമെങ്കിലും ആ. പറയാം. അല്ല അപ്പം അപ്പൊ അമാവാസിക്ക് അതിന്റെ പവർ കുറയൂലേ? കുറയും. അമാവാസി ആകണമെങ്കിൽ രാത്രി 12 മണിയാകണം അല്ലേ? അങ്ങനെ എന്തോ ഉണ്ട് അതിലെന്തോ. അല്ല, അമാവാസി ഒരു ടൈം ഉണ്ട്, ലൈക്ക് ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. അതെങ്ങനെയാണ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. എങ്ങനെയാ അമാവാസിക്ക് എന്നാ ഇംഗ്ലീഷിൽ പറയാ? അമാവാസി, ന്യൂ മൂൺ ആയിരിക്കോടാ, ന്യൂ മൂൺ. അമാവാസി. അവൻ പറഞ്ഞ പേരനെ സൂപ്പർ ബ്ലഡ് മൂൺ. അതന്നെ, സൂപ്പർ ബ്ലഡ് മൂൺ. അപ്പം അതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. ഇല്ല ഇല്ല, മന്ദാകിനിക്ക് കാടിന്റെ മന്ദാകിനി. പുറത്ത് ഇൻഫ്ലുവൻസ് ഇല്ല. ഓ ഏ? കാട്. എടാ, മന്ദാകിനിക്ക് കാടിന്റെ പുറത്ത് ഇൻഫ്ലുവൻസ് ഇല്ലേ? അപ്പം ധ്യാൻ ശ്രീനിവാസൻ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഗ്രഹണ സമയങ്ങളിലെ കോസ്മിക് റേസ് തകിടിന്റെ ശക്തി കുറയ്ക്കും, ഓട്ടോമാറ്റിക്കലി മന്ദാകിനിയുടെ ശക്തി കൂടും. സോ ഗ്രഹണം ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ കാട്ടിൽ പോയി കഴിഞ്ഞാല് നമുക്കൊന്നും ഓ ഈ സംഭവിക്കില്ല എന്നാണോ? എനിക്ക് ഫുൾ മനസ്സിലായില്ല. ഫുൾ മൂണിലൊക്കെ ഈ വെയർവോൾഫ്സ് ഇങ്ങനെ ഇതാവുന്ന പവർ കൂടുന്ന പോലെ ആ മന്ദാകിനിക്ക് അമാവാസിയാണ്. മന്ദാകിനിക്ക് അമാവാസിയാണ്. അല്ല, എന്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മള് ഇപ്പം പറഞ്ഞല്ലോ അമാവാസി അല്ലാത്ത സമയത്ത് മന്ദാകിനിയുടെ കിണറിലേക്ക് നമ്മൾ പോകുന്നു. അത് ശരി. ആ കിണറിന്റെ അടുത്തേക്ക് പോകുന്നു, അപ്പൊ നമുക്കൊന്നും സംഭവിക്കില്ല. അതാണ് ഇല്ല, ഒന്നും ആ കാണാനോ ഒരു ആർട്ടിഫാക്റ്റും പാരനോർമൽ ആക്ടിവിറ്റി ഇല്ല. ആ ഓക്കെ. അപ്പം ബേസിക്കലി ഗ്രഹണ സമയമാണ് പാരാനോർമൽ ആക്ടിവിറ്റീസിക്ക് ഏറ്റവും വേണ്ട സാധനം, അല്ലേ? ഉം. അതെ, അമാവാസി സൂപ്പർ ബ്ലഡ് മൂൺ. അത് ശരിക്കും ആക്ച്വലി എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ലൈക്ക് ഗ്രഹണ സമയങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതുപോലെ ഒരു ഗ്രഹണ സമയം എക്സ്പ്ലോർ ചെയ്യണം. അതല്ലേ നിങ്ങളുടെ സി യു കെയിൽ ഇതുപോലൊരു എടാ, സി യു കെയിൽ കിണറുണ്ടെന്നല്ലേ അങ്ങനെ ഒരു പറഞ്ഞേ? കിണറുണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാ നീ അറിയാത്ത പലതും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, പവർ ഉണ്ട് എപ്പോഴും, ബട്ട് എങ്ങനെയുള്ള ടൈമിൽ പവർ കൂടുതലാണ്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ. അതായത് ഓൾറെഡി മന്ദാകിനിക്ക് പവർ ഉണ്ട്, അതിന്റെ കൂടി ഈ ഗ്രഹണമുള്ള സമയത്ത് പവർ കൂടും. അത് പക്ഷെ ശരി. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ക്യാരക്ടർ ഏതാ അറിയോ? റിയാസ് ഖാനും റിയാസ് ഖാന്റെ മോനും. ഏതാ ക്യാരക്ടർ എന്നറിയോ? റിയാസ് ഖാന്റെ മോൻ എന്ന് പറയുന്നത് റിയാസ് ഖാന്റെ മോനാണോ അവിടെ? അല്ല അത് അല്ല, മോനായിട്ടുള്ള മോനായിട്ട് ക്യാരക്ടർ. ഒരു ചങ്ങായി അഭിനയിച്ചിട്ടുണ്ട്. ആ ചങ്ങായി അത് ശരി. വിഷയായിരുന്നു കേട്ടാ.
ആ ആ ചങ്ങായി അതായത് ഒരു ദിവസം രാത്രി റിയാസ് ഖാന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കായിരുന്നു. എവിടെ കോളേജിന്റെ സെക്യൂരിറ്റിയാണ് റിയാസ് ഖാൻ. ഓ റിയാസ് ഖാൻ ആ അപ്പം എക്സ് റിയാസ് ഖാന്റെ മിലിറ്ററി ആയിരിക്കും. ആ സെക്കൻഡ് അല്ല ഇത് അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടം, പഴയ അല്ല ഞാൻ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കാലഘട്ടമാണ് എൻ്റെ സ്ട്രീമില്. റിയാസ് ഖാൻ വലിയൊരു വാരിയർ ആയിരുന്നു. അപ്പം പ്രസന്റില് റിയാസ് ഖാന് ഒരു സെക്യൂരിറ്റിയാണ് കോളേജിന്റെ. അത് ശരി. ആ അപ്പം സെക്യൂരിറ്റി ആയിട്ട് രാത്രി നിൽക്കുന്ന സമയത്ത് ഇവന്റെ മോൻ വന്നിട്ട് പറയും ഉമ്മുമാക്ക് സുഖമില്ല, ഒന്ന് വീട്ടിൽ വരെ പോണെന്ന്. അപ്പൊ റിയാസ് ഖാന്റെ ഉമ്മാക്ക് സുഖമില്ലായിട്ട് റിയാസ് ഖാൻ വേറൊരു ചങ്ങായിന്റെ അപ്പുറം ഉമ്മാനെ കാണാൻ വേണ്ടി പോകും. അപ്പം ഇവന്റെ മോന ആ കോളേജിൽ സെക്യൂരിറ്റി ആയിട്ട് നിർത്തും. ഓ ആ ഗ്യാപ്പിലാണോ ഇവര് ആ ബാക്കിയുള്ളവര് വള്ളി പിടിക്കാൻ വേണ്ടി പോയത്, അല്ലല്ല റിയാസ് ഖാൻ ഇല്ലാത്തോണ്ട്? റിയാസ് ഖാൻ ഇല്ലാത്തതുകൊണ്ട് ഈ പിള്ളേരൊക്കെ കേറിയിട്ട് വള്ളി പിടിക്കാൻ പോകും. ആ ഓക്കെ ആ ഓക്കെ. അപ്പം ഈ മോൻ എന്താക്കും, ഈ പിള്ളേരൊക്കെ വരുന്ന കണ്ടിട്ട് പോയിട്ട് നോക്കും. ഏ പോയി നോക്കുന്ന സമയത്ത് ക്ലാസ് റൂമിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഇവൻ വിചാരിച്ചു ഇത് പ്രേതത്തിന്റെ പാട്ടാണല്ലോ. എന്നിട്ട് ഇവൻ വിളിച്ചിട്ട് പറയും റിയാസ് ഖാന, ഉപ്പ ഉപ്പ ഇതിന്റെ ഉള്ളില് പ്രേതത്തിന്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം റിയാസ് ഖാൻ ചോദിച്ചു അത് നിനക്ക് പ്രേതത്തിന്റെ പാട്ടാണെന്ന് എങ്ങനെ മനസ്സിലാവും? അതെന്താ മറ്റേ എന്നാണ് ആ പടത്തിന്റെ പേര്? ഏയ്, നമ്മുടെ ആ പടം പടത്തിന്റെ പേരില്ലേ, മലയാളത്തിലെ ക്ലാസിക് ഹൊറർ പടം? ഇൻഗോസ്റ്റ് ഹൗസാ? ഇൻഗോസ് ഹൗസ്റ്റോ അതല്ലടാ, നമ്മുടെ മണിച്ചിത്രത്തായല്ലേ ഒരു പാടുണ്ടല്ലോ, ആകാശഗംഗ. ആകാശഗംഗയിലെ പാട്ടന്നെ ആണോന്ന് നിർബന്ധമുണ്ടോന്ന് ഫണ്ണ്. അത് ശരി. ആ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, ഇവൻ എന്നിട്ട് റിയാസ് ഖാനെ വിളിക്കും. എന്നിട്ട് റിയാസ് ഖാൻ ഉമ്മാനെ കാണാൻ പോയ റിയാസ് ഖാൻ തിരിച്ചു വരും. എന്നിട്ട് റിയാസ് ഖാൻ ചോദിക്കും എവിടെയാടാ പ്രേതം, എവിടെയാടാ പ്രേതം? അന്നേരം കാണാൻ പറ്റുമെങ്കിൽ അതിനെ പ്രേതം എന്ന് വിളിക്കൂ. ഇതിൽ ആരാ പ്രേതം? എടാ ഇതില് ആരൊക്കെയാണ് പ്രേതം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവളില്ലടാ, നേരത്തെ മന്ദാകിനി മന്ദാകിനി ആ മന്ദാകിനിയാണ് മന്ദാകിനി. പ്രേതം. മന്ദാകിനിയാണ് ബേസിക്കലി പ്രേതം. ഓ സോറി, ഇതില് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. മന്ദാകിനിയുടെ അനിയത്തിയും പ്രേതാണ്. മന്ദാകിനിയുടെ അനിയത്തിയുടെ ക്യാമിയോ ക്ലൈമാക്സിലാണ് വരുന്നത്. ഓ ഫാമിലി മൊത്തം പ്രേത രണ്ട് ഫാമിലിയാണോ? പ്രേതങ്ങളുണ്ട് ഇതില്. അതായത് പാർട്ട് 1 സീക്രട്ട് ഓഫ് കലിംഗ പാർട്ട് 1 ഒരൊറ്റ പ്രേതേ ഉള്ളൂ, മന്ദാകിനി. പാർട്ട് 2 മന്ദാകിനിയുടെ അനിയത്തിയും വരും പ്രേതായിട്ട്. അത് ശരി. ആ ആ അപ്പോ ആ പാർട്ട് 2 വേറെ ഗംഭീരായിരിക്കും. ആ വേറെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അടുത്തടുത്ത പാർട്ടിൽ വരുമായിരിക്കും അല്ലേ? അടുത്തടുത്ത പാർട്ടിൽ വരും. പക്ഷെ ഇല്ലേ, ഓക്കെ. മന്ദാകിനിയുടെ സൂപ്പർ പവേഴ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞെട്ടും. മറ്റേ നമ്മുടെ വാൻഡയുടെ സൂപ്പർ പവേഴ്സ് ഇല്ല, മറ്റേ കൈയോട്ട് ഇങ്ങനെ നീലത്തീയും ചുവപ്പ് തീയും എടുത്ത് ഇതാക്കുന്ന അതേ ആ പവേഴ്സ്. ഡേയ് മലയാളത്തിൽ അങ്ങനെ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. ഏതാ കളർ, ഏതാ ചോപ്പാണോ നീലയാണോ അല്ലല്ല, മഞ്ഞയാണോ? അതായത് മന്ദാകിനിക്ക് ചുവപ്പ് കളർ ഫയറും മന്ദാകിനിയുടെ അനിയത്തിക്ക് നീല കളർ ഫയറും ആണെന്ന് തോന്നുന്നു. ആ അതെ അങ്ങനെയാണ്. ഓ ബ്ലൂ ആൻഡ് റെഡ്, ബ്ലൂ ആ ആൻഡ് ബ്ലൂ റെഡ് ആൻഡ് റെഡ്. ആ ഓപ്പോസിറ്റ്. വാണ്ടക്ക് ഓക്കെ. റെഡ് അല്ലേ, ഇതില് രണ്ടും ഉണ്ട്, റെഡ് ഫയറും ഉണ്ട് നീല ലൈക്ക് ഫയറും ഉണ്ട്. ലൈക്ക് റെഡ് പില്ല് ആൻഡ് ബ്ലൂ പില്ല് പോലെ. ആ ഓക്കെ. റെഡ് ഫിൽ ആൻഡ് ബ്ലൂ ഫിൽ പോലെ. ഇതിലെ പ്രേതം മന്ദാകിനി ആൻഡ് മന്ദാകിനിയുടെ അനിയത്തി. മന്ദാകിനിയുടെ പ്രേതം ഈ അടിപൊളിയാ കേട്ടോ. മന്ദാകിനിയുടെ അനിയത്തിയും തമ്മില് എങ്ങനെ കൂട്ടാണോ അതോ സിബ്ലിംഗ് റൈവലറി ഉണ്ടോ അവര് തമ്മില്? ഇതിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, പണ്ട് കാലത്ത് പെൺകുട്ടികള് മാത്രമുള്ള രാജ കിങ്ഡം ഫാമിലിയിലെ ഗേൾസിന് പ്രൊട്ടക്ഷന് വേണ്ടി, അതായത് വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗേൾസിന് ഇത് പ്രശ്നം ഉണ്ടാവുമല്ലോ, ലൈക്ക് ഗേൾസിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യണമല്ലോ. ഓക്കെ. അപ്പം ഗേൾസിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ രാജാവ്, അതായത് അവളുടെ പാരന്റ്സ് രാജാവായിരിക്കും അവിടുത്തെ, അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവരുടെ മക്കളെ ദുർമന്ത്രവാദം പഠിപ്പിക്കും. ഓക്കെ. ഓക്കെ, ബ്ലാക്ക് മാജിക്. ബ്ലാക്ക് മാജിക് പഠിപ്പിക്കും. അപ്പം മന്ദാകിനി ഒരു രാജകുമാരിയാണ്. ഓ പ്രിൻസസ് ഗോസ്റ്റ്. ആ പ്രിൻസസ് ഗോസ്റ്റ്. അപ്പം ആ മന്ദാകിനിനെ ഇതുപോലെ ചെറുപ്പം തൊട്ടേ ഈ പരിപാടി പഠിപ്പിക്കും, ദുർമന്ത്രവാദം. ഇവള് ദുർമന്ത്രവാദം പഠിച്ച് 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 വലിയൊരു ദുർമന്ത്രവാദിയാവും. അപ്പൊ അവിടെയുള്ള വേറെ സ്വാമിമാർക്കൊക്കെ പേടിയായി, ലൈക്ക് ഇവർക്കൊരു പണിയാകുമല്ലോ എന്ന് വിചാരിക്കും. അസൂയ വന്നു. ഓ ജലസി, ആ ഈഗോ. ആ ഓക്കെ. അവിടെയുള്ള ദുർമന്ത്രവാദികൾക്കൊക്കെ അസൂയായി. അപ്പൊ അവരുടെ ദുർമന്ത്രവാദികളൊക്കെ എന്തൊക്കെയോ പ്ലാൻ ഇട്ടിട്ട് ഇവളെ തളക്കും, എന്നിട്ട് ഒരു വിഗ്രഹത്തിന്റെ ഉള്ളിലാക്കും.
ഓ അതാണോ ആ കിണറിലുള്ളത്? ആ അതെ, എന്നിട്ട് അവരെന്ത് ചെയ്യും, കിണറില്, അതായത് റിമോട്ട് ആയിട്ടുള്ള ആരും ഇല്ലാത്തൊരു പട്ടിക്കാട്ടിലെ കൊണ്ടുപോയിട്ട് ഇടും. അതായത് നമ്മുടെ കോളേജുകളൊക്കെ പൊതുവെ എടുക്കുന്ന സ്ഥലം എവിടെയാണ്, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത റിമോട്ട് ഏരിയാസിൽ, നമ്മുടെ സി യു കെക്ക് ഉള്ള പോലെ. അതായത് കാണുന്നില്ലേ, സി യു കെ ഒരു ശരിയാണ്, ശരിയാണ്, പട്ടിക്കാടിലാണെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ. ശരിയാണ്, അതായത് ശരിയാണ്. നമ്മളിപ്പം ഒരു 50 കൊല്ലം 60 കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ, ഇപ്പം സി യു കെ കിടക്കുന്ന കാട്ട് അവിടെയൊന്നും ആരെങ്കിലും കോളേജ് എടുക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. ഒരു പട്ടിക്കാടാണ് ബേസിക്കലി. അല്ല, കോളേജ് അങ്ങനത്തെ സ്ഥലത്തേ എടുക്കൂ. ആ, വലിയ കോളേജ് വലിയ അങ്ങനത്തെ സ്ഥലത്തേ ക്യാമ്പസ്. എടുക്കുള്ളൂ. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു 1000 വർഷം മുമ്പോ അങ്ങനെ എന്തോ ആണ് കഥ നടക്കുന്നത്. ഇവർ ഈ പട്ടിക്കാട്ടിൽ ഒരു റിമോട്ടായിട്ട് കിണറിൽ കൊണ്ടുപോയി ഇടും. അപ്പം ഇവര് കുറെ കാലത്തിന് ശേഷം കോളേജ് വരുന്നു, കോളേജിലെ പിള്ളേർ വള്ളി പിടിക്കുന്നു. വള്ളി പിടിച്ചു. ഇനി ഉം. അടുത്തത് അവര് കാട്ടിലേക്ക് പോയി, കിണറിന്റെ അടുത്തേക്ക് പോയി പിള്ളേര്. എന്നിട്ട് ആ, കിണറിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് മന്ദാകിനി, എനിക്ക് തോന്നുന്നു മന്ദാകിനി ഒരു സിംഗറാണ്, അണ്ടർ റേറ്റഡ് സിംഗറാണ്. പക്ഷെ അതിന്റെ സംവിധായകൻ ആ പാട്ട് റിവീൽ ചെയ്തില്ല. അതെനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ, മന്ദാകിനിക്ക് കുറെ കഴിവുണ്ടല്ലേ? മന്ദാകിനി ഭയങ്കര ടാലന്റഡ് ആടാ. മന്ദാകിനിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് കിണറിന്റെ അടുത്ത് വരുന്ന ചെക്കന്മാരെ പാട്ട് പാടി വശീകരിക്കും. ഓ, ആ, സെഡക്ഷൻ. സെഡക്ഷൻ. അപ്പം അവരെന്ത് ചെയ്യും, കിണറ്റിലേക്ക് പോയി ചാടും. പാട്ടിൽ ആകർഷണരായിട്ട് നമ്മളെ ഒഡീസിയിലെ ആകർഷണരായിട്ട്. പോലെ, സൈറൻസിനെ പോലെ, എവറിത്തിങ് യു വാണ്ടഡ് ആൻഡ് ആ, എവറിത്തിങ് യു ഡിഡ്. പോസ്റ്റ്. ആ, അതെ ആ, അതെ, ഏകദേശം ഉം. അതുപോലെ. ആ, അപ്പം ഓക്കെ. മന്ദാകിനി സിമ്പിൾ ആണ്, അങ്ങനെ ആക്രമിക്കൊന്നും ചെയ്യില്ല. ആള് വയലന്റ് ഒന്നുമല്ല. ആളുടെ അടുത്ത് വരുന്നവരൊക്കെ സ്വയം കിണറ്റിലേക്ക് ചാടിക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ. ആഹാ, മൈൻഡ് ഗെയിംസ്. മൈൻഡ് ഗെയിം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പറയുകയാണെങ്കിൽ, എന്റെ മോനെ, എനിക്കില്ലേ നൊസ്റ്റാൾജി അടിച്ചടാ ബി ജി എം കേട്ടിട്ട്. അതില് നൊസ്റ്റാൾജിയ ആ, മൊത്തം പണ്ടത്തെ നൊസ്റ്റാൾജിയ പോലത്തെ പണ്ട് പ്രേത മ്യൂസിക്. ചെറുപ്പത്തിൽ, അല്ലല്ല, ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ബി ജെ പി. അതില് പാട്ട് വരുവേ, ടിങ് 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 ടിങ്. എന്നാലും ബി ജെ എം വെക്കുമ്പോ ഞാനാ ലുട്ടാപ്പി കുട്ടി ലുട്ടാപ്പി ലുട്ട, എടാ, ബി ജി എം ആരാ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. സീരിയസ് ആയ സീനില് ലുട്ടാപ്പിയുടെ ബി ജി എം. ചിലപ്പോ അതവരൊരു കോൺട്രാസ്റ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. കോൺട്രാസ്റ്റ്, അതായത് ലൈക്ക് അയ്യോ. സ്ലോ സ്ലോ മോഷൻ സീക്വൻസിൽ ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള പാട്ടൊക്കെ യൂസ് ചെയ്യില്ല, അതുപോലെ സീരിയസ് ആയിട്ടുള്ള മൊമെന്റിൽ ഫണ്ണി ആയിട്ടുള്ള മ്യൂസിക് ഇട്ടായിരിക്കും അവര്. ഫണ്ണാക്കാൻ ഉദ്ദേശിച്ചതായിരിക്കും, അതൊരു പള്ളി കോൺട്രാസ്റ്റ്. പോലായി. സംഭവം എന്താ പറയാ, ഇവര് സീരിയസ് പടാണ്, പക്ഷെ അതില് കോമഡി കുത്തി കയറ്റി. പക്ഷെ കോമഡി മോശമൊന്നുമില്ല, ചിലതൊക്കെ അത്യാവശ്യം നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതല്ല ഇത്, അങ്ങനെ ഇവര് ഉദ്ദേശിച്ചത് മറ്റേ ഇതില്ലേ, ഞങ്ങളൊക്കെ ഗുണ്ടകളാണ് മറ്റേതല്ല പറയുന്ന പോലെ. ആഹാ, ഇൻസ്റ്റയിൽ വൈറലാവണമെങ്കിൽ ഇങ്ങനത്തെ ഓരോ മൊമെന്റ്സ് വേണ്ടി വരുമായിരിക്കും. ആഹാ, വൈറൽ മൂവി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആഹാ. ഇതില് ഇതില് വേറൊരു സാധനമുണ്ട്. അത്, അതായത് ഒരു കോളേജ് സീൻ, ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഇവര് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. അപ്പം ഇതില് നായിക പേഴ്സ് ക്ലാസ്സിൽ വെച്ചിട്ട് മറന്നു പോകും. പേഴ്സോ അതോ ബാഗോ? പേഴ്സ്, ചെറിയ പേഴ്സ്, നമ്മുടെ ഓക്കെ, പൈസയൊക്കെ വെക്കുന്ന പോലത്തെ ഗേൾസിന്റെ പേഴ്സ്, കുറച്ച് ഒരു ഓക്കെ. റെക്ടാങ്കുലർ ഷേപ്പുള്ള. അപ്പം ആ, ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിട്ട്. ഓക്കെ, ആ, ഓക്കെ. ലിപ്സ്റ്റിക് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഓക്കെ. പേഴ്സിന്റെ ഉള്ളില് ഇവളുടെ ഫ്രണ്ട് ഒരു പ്രത്യേക പാക്കറ്റ് അറിയാണ്ട് വെച്ച് മറന്നു പോകും. അല്ല, അറിയാണ്ട് വെക്കും. ആ ആ എന്ത് പാക്കറ്റ്, പാക്കറ്റ്? അതൊരു പാക്കറ്റാണ്. ആ പാക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ മാനം പോവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ പാക്കറ്റിന്. ഓക്കെ, ഓക്കെ, ആ, ഓക്കെ, മനസ്സിലായി, ആ, മനസ്സിലായി. ഓക്കെ. അപ്പം ആ, മിനിയാന്ന് ഇന്നലെ ആ, ഇന്നലെ അതെ മറ്റേ അതെ അതെ റോഡിൽ അതെ അല്ലേ? അതെ അതെ അതെ. ആ, എന്നിട്ട് കണ്ടില്ലേ? അതൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇത് നല്ല കാര്യല്ലേ? അതെ, എന്നിട്ട് ഇവള് അത് ക്ലാസ്സിൽ വെച്ച് മറന്നു പോവും, ആ പേഴ്സ്. ഓക്കെ. അപ്പൊ രാത്രി ഇവളെ കൂട്ടുകാരി വിളിച്ചിട്ട് പറയും, എടി നിന്റെ പേഴ്സിന് ഞാൻ ഒരു സാധനം അറിയാണ്ട് വെച്ചു പോയിട്ടുണ്ട്, അത് കണ്ട് പിടിച്ചു കഴിഞ്ഞാ വലിയ പ്രശ്നാവും. അത് ശരി, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ സൊസൈറ്റി അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അക്സെപ്റ്റ് ചെയ്യും, അക്സെപ്റ്റ് പക്ഷെ ചെയ്യുന്നത്. കോളേജിൽ അക്സെപ്റ്റ് ചെയ്യില്ല. കോളേജില് നീ ആലോചിച്ച് നോക്കിയാ, കോളേജില് പേഴ്സ് വെച്ച് മറന്നു പോകുന്നു, എന്നിട്ട് ആരുടെ പേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി പേഴ്സ് തുറന്നു നോക്കുമ്പോ കിട്ടുന്ന എന്താടാ സാധനം. കോളേജിൽ 18 വയസ്സിന്റെ മുകളിലുള്ളവരൊക്കെ തന്നെയല്ലേ ആഹാ, കോളേജിലുള്ള?
ആ ഇത് എന്തായാലും ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവമൊന്നുമല്ലല്ലോ. ഇല്ലീഗൽ ഒന്നല്ല, കഞ്ചാവ് എന്നാലും അല്ലല്ലോ. കോമഡി ആയിരിക്കൂലേ. അപ്പൊ ഇവൾക്ക് ടെൻഷനായി. കോമഡി ആ അപ്പം ഈ കുട്ടിക്ക് ടെൻഷൻ. ഒന്നാമത് ഇവളുടെ സാധനമല്ല, ഇവളുടെ ഫ്രണ്ട് വേറെ ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ഇവരെ പേഴ്സിൽ ഒളിപ്പിച്ചതാണ്. ഇവളുടെ ഓ ഫ്രണ്ടിൻ്റെതാണ്. അപ്പൊ ആ അപ്പൊ ഈ ചെക്കന്മാര് വള്ളി പിടിക്കാൻ പോകുമ്പോ ഇവളും പോകുന്നത്, അപ്പൊ ഇവര് രണ്ടാളും കൂടി കണ്ടുമുട്ടു. കണ്ട് മുട്ടുവോന്ന് വെച്ച് കഴിഞ്ഞാല് ആര്, ആ അതായത് അതായത് അതെ പാരലലി ഒരുപാട് സ്റ്റോറീസ് നടക്കുന്നുണ്ട്. അതായത് ആ രാത്രി കോളേജിൽ ഇഷ്ടം പോലെ സ്റ്റോറി ആക്കാം. അതിൽ ഒരു സ്റ്റോറിയാണ് ഇത്. അത് ശരി. എന്നിട്ട് ഈ പെണ്ണെന്താക്കും, രാത്രി ഒരു 11-12 മണിയാകുന്ന സമയത്ത്, 11 മണിയാന്ന് തോന്നുന്നു. അങ്ങനല്ല, ആളുടെ അമ്മ കുറച്ച്, ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അമ്മ സീനാണെങ്കിൽ ഓ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ. ആ ശരിയാ. അതെ 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 അതെ, അത് ഞാൻ പറയാൻ വിട്ടു കേട്ടോ. ആളുടെ അമ്മ കുറച്ച് സീനാണ്. ലൈക്ക് ആ ഓക്കെ. കുട്ടിയുടെ അമ്മ കുറച്ച് സീനാണ്. അപ്പം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് തീർന്ന്, ഓളുടെ പഠിപ്പും തീർന്ന്, ഓളെ ജീവിതം തന്നെ തീർന്നു, ഓളെ തല്ലിക്കൊല്ലും, അങ്ങനത്തെ ഒരു അമ്മയാണ്. ശരി. ആ ഇതില് മറ്റേ ഒരു കൂൾ മാസ് ഉണ്ടോ? അതായത് നമ്മുടെ വാഴയിലെ കൂൾ മാഷില്ല, ആളുടെ കൂൾ മാഷൊന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനത്തെ കൂൾ ഒന്നുമില്ല. ടീച്ചർ ഒന്നുമില്ല. ഇല്ല ഇല്ല, അങ്ങനത്തെ അങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ ഇല്ല. പിന്നെ വീട്ടിലിറങ്ങി തീരാവും. അപ്പൊ ശരിയാ. ആ ആ ആ. ഓക്കെ ഓക്കെ. അപ്പം അപ്പൊ അമ്മ അറിയാണ്ട് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം ഇവളെന്താക്കുന്ന് വെച്ചാ വീട്ടിൽ നിന്ന് സ്കൂട്ടർ അമ്മ കാണാണ്ട് എടുത്തിട്ട് പോവാന്ന് വെച്ചിട്ട് നിൽക്കും. ഓ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും വേണം. അല്ല, വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്ന് കോളേജില്. വെച്ചാൽ രാത്രി, അതായത് ഓളെ ഇപ്പൊ രാത്രിയല്ലേ അറിയുന്നത് ഈ പേഴ്സ് കോളേജിൽ വെച്ച് മറന്നുപോയി എന്നുള്ള കാര്യം. ഓ അമ്മ അവിടുത്തെ പ്രൊഫസറാണോ? ഓ ഷിറ്റ്. അമ്മ അവിടുത്തെ പ്രൊഫസർ ദാറ്റ് ആണല്ലേ. മേക്സ് ഇറ്റ് ഓ ദാറ്റ് മേക്സ് ഇറ്റ് ഈവൻ മോർ കോംപ്ലിക്കേറ്റഡ്. വൗ. യെസ്. എടാ അത് ഞാൻ മറന്നു. ആ അതെ അതെ, അമ്മ അവിടുത്തെ പ്രൊഫസർ ആയിരുന്നു. ആ നീ ഇത് വെച്ച് തുടങ്ങണ്ടേ. അയ്യോ, ഓളുടെ ജീവിതം. അപ്പം സ്റ്റേക്സ് ഹൈ ആയി, സ്റ്റേക്സ് ഹൈ ആയി, ഹൈ അപ്പൊ സ്റ്റേക്സ്. രാത്രി 10-11 മണിയാണെന്ന് തോന്നുന്നു, സമയം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. രാത്രി 10 മണി 11 മണിയാകുന്ന സമയത്ത് ഇവക്ക് വണ്ടി എടുത്തിട്ട് പോണം. അമ്മ കാണാണ്ട് അമ്മയുടെ സ്കൂട്ടർ എടുത്തിട്ട് ഇവക്ക് കോളേജിൽ പോണം. കുട്ടിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ? ആ ലൈസൻസ് ഒക്കെ ഉണ്ട്, 18 വയസ്സുണ്ട്. ആ പേഴ്സ് ഇപ്പൊ ഒരു എടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം അമ്മ പിടിക്കും, അതോർക്കണം. ഉം, ഉം, ആ ഉം. അപ്പൊ രാത്രി 12 മണിയാകുമ്പം ഇവർക്ക് സ്കൂട്ടർ എടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകും. അപ്പം വേറൊരു ഒരു ചങ്ങായി വന്നിട്ട് ബെല്ലടിച്ചിട്ട്, ചേച്ചി ഒന്ന് താക്കോല് തരോ, പുറത്തൊന്ന് അത്യാവശ്യമായിട്ട് എന്തോ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചാവി വാങ്ങിക്കൊണ്ടുപോകും. ഉം. അപ്പൊ ആ സ്കൂട്ടർ പോയി. അപ്പൊ ഇവക്ക് സ്കൂട്ടർ ഇല്ല പോവാൻ. ഓ വല്ലാത്ത ആ പള്ളി തന്നെ. അപ്പം ഇതാ പറഞ്ഞ ആൾക്കാർക്കൊന്നും വണ്ടി കൊടുത്ത് ശീലിക്കരുത്. ഒരു വട്ടം കൊടുത്താൽ പിന്നെ ചോദിച്ചു വരും. ചോദിച്ചു അതാണ്. വരും. അത് കഴിഞ്ഞ് ഇവക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇവക്ക് ക്ലാസ്സിൽ കമ്പനി ആയിട്ടുള്ള ഒരു ചെക്കനെ വിളിക്കും. കത്തനാർ ഈ കൊല്ലം റിലീസ് ആവൂ. കത്തനാർ ഈ കൊല്ലം റിലീസ് ആകുമോ? കത്തനാറ് കത്തനാറിന്റെ റോസ്റ്റ് ചെയ്യാൻ നിന്നതിനാ വേറെ ഇത്. കത്തനാറ് എനിക്ക് തോന്നുന്നു VFX ഫുൾ കൊളായിട്ട് അവരാ റിലീസ് ഫുൾ മാറ്റി വെച്ചത്. എനിക്ക് തോന്നുന്നു അവർ ഈ വർഷം ഇറക്കാൻ ചാൻസ് ഇല്ല, അത് നെക്സ്റ്റ് വർക്ക് ആവും. കാരണം അതിന്റെ ട്രെയിലർ കണ്ടായിരുന്നു തന്നെ അറിയാം, ഒരു കാർട്ടൂണിഷ് വൈബ് അടിക്കുന്നുണ്ട്. നമ്മുടെ രാമായണത്തിനേക്കാളും കഷ്ടമാണോ കത്തനാറ്? ജെമിനിയിൽ എടുത്ത പോലെയുണ്ട്. നീ കത്തനാറിന്റെ ട്രെയിലർ കണ്ടിട്ടോ? അത് വേറൊരു വീഡിയോയിൽ നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട്, കത്തനാർ. അത് കൊറേ, ആ അത് നമുക്ക് നല്ല റിയാക്ട് ചെയ്യാം. അത് ഒഴിവാക്കിയതാണ് നമ്മള് കത്തനാറ്. അല്ലെങ്കിൽ ഇന്ന് ടൈം പൊളിച്ച് ഉണ്ടെങ്കിൽ ആ കത്തനാറിലേക്ക് നമ്മൾ കിടക്കും. പൊളിച്ച് ആ പരിശോധിക്കാം. എടാ പക്ഷെ ന്യൂ എനിക്ക് ഇയറിന്റെ അന്നാണ് ഇതെല്ലാം. ഓ ന്യൂ ഇയറിന്റെ അന്ന്. ഓ അപ്പൊ രാത്രി പടക്കം പൊട്ടുമ്പോ അടിയും കുത്തും അങ്ങനത്തെ ഒന്നും എല്ലാരും ഇല്ല കേൾക്കൂലേ. ഇല്ല ഓ ഇല്ല, അതായത് ന്യൂ ഇയർ ആകാൻ പോകുന്ന രാത്രിയാണ്, ലൈക് December 31 തോന്നുന്നു കഥ നടക്കുന്നത് അല്ലേ. ആ അപ്പഴന്നല്ലേ പടക്കം പൊട്ടാ. ആ അതായത് ഈ അമാവാസിന്റെ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയം, അതായത് 12 മണി. ആ ആഹാ സമയത്താണ് മന്ദാകിനിക്ക് പവർ കൂടുതൽ. അപ്പോഴാണ് പടക്കം പൊട്ടുന്നത്. ഇനി പടക്കം. മന്ദാകിനി പിടിച്ച് ഇടിയും കുത്തലും ചെയ്യുമ്പോ അതിന്റെ ഒച്ച പടക്കത്തിന്റെ സൗണ്ടില് മാസ്ക് ആവില്ലേ. അതും ശരിയാണ്. അപ്പൊ ഇല്ല, ഇവിടെ ആ ഈ സാധനം വെച്ചത് ഇവക്ക് കോളേജിൽ ഇനി ആകെ ഒരു ആൾക്കാര് അലറി വിളിക്കാന്ന് വിചാരിച്ചോ? കേൾക്കുന്ന ആഹാ ആളെന്താ വിചാരിക്കുക, ന്യൂ ഇയർ പാർട്ടി ആഘോഷമാണ്. അയ്യോ, ഇതൊന്നും ഞാൻ എൻഡ് ഗെയിമാണ് വെച്ചത്. ആ ആ അപ്പം ഇവിടെ പോവാണ് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വേറൊരു ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ട് ഇവന്റെ കോളേജിലെ കമ്പനിയുള്ള ഒരു ചെക്കനെ വിളിക്കും. അഫ്കോഴ്സ് ആ ആ ചെക്കൻ എന്തായാലും ഓക്കെ പോവാലോ. പോകാലോ. അതല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഓള് കോളേജിൽ അങ്ങനെ അധികം കമ്പനി ഫ്രണ്ട്സ് ഒന്നുമില്ല. ഒരു 1-2 ഫ്രണ്ട്സ്. അതിൽ മെയിൻ ഫ്രണ്ട് ചങ്ങായി ആയിട്ടുള്ളത് ഈ ചെക്കനാണ്. അപ്പൊ ഈ ഉം. ചെക്കനാണെങ്കിൽ ഇവളോട് ക്രഷ് ഉണ്ട്.
ഓക്കെ, സ്വാഭാവികം. സ്വാഭാവികം. അപ്പൊ പിന്നെ അപ്പൊ രാത്രി വിളിക്കുകയാണ്. എടി എടാ, എനിക്ക് കോളേജിൽ എൻ്റെ ഒരു പേഴ്സ് വെച്ച് മറന്നിട്ടുണ്ട്, എനിക്ക് അത് എടുക്കാൻ പോകണം. എന്തിനാന്ന് ഒന്നും പറയുന്നില്ല, ആ പേഴ്സിൽ എന്താ ഉള്ളതെന്നും പറയുന്നില്ല. പേഴ്സ് വെച്ച് പോയി എന്ന് പറഞ്ഞ് ഇവനെ വിളിക്കും. ഉം. ആ, അപ്പം ഇവന്റെ ഫ്രണ്ടിനോട് ചോദിക്കും, ഇവള് രാത്രിയൊക്കെ എന്നെ വിളിച്ചിട്ട് പേഴ്സൊക്കെ എടുക്കാൻ കോളേജിലേക്ക് വിളിക്കുന്നടാന്ന് പറയും. അപ്പൊ ഇവന്റെ ഫ്രണ്ട് എന്താണ്, ഒരു മോട്ടറാണ്, അല്ല മോട്ടോർ മെഷീൻ ആക്കുന്ന ആളാണ്. പറയും, അത് എടാ ശരി. ഇത് അത് തന്നെ, നിന്നെ രാത്രി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത് തന്നെയെന്ന് പറഞ്ഞ് മോട്ടറാക്കും ചങ്ങായി. ഉം. ഉം. അപ്പം അവനോട് പറയും, എടാ നീ ഈ ഷർട്ടൊന്നും ഇടണ്ട, നീ കുറച്ച് നല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ട് ഓ, ഉടുത്തൊരുങ്ങിയിട്ട് പോ. ഇനിയിപ്പോ മോട്ടറാക്കി. കോളേജിൽ പോയി പേഴ്സ് കണ്ട് പേഴ്സ് തുറന്നു നോക്കിയാ പിന്നെ അവൻ ഉറപ്പിക്കും. ഇവൻ ഇവൻ രാത്രി വിളിച്ചതല്ലേ, ഇവക്ക് പേടിയായിട്ട് വിളിച്ചതാണ്. അമ്മടി ഉം. പ്രൊഫസറാണ്, ഇത് പ്രശ്നമാവുമല്ലോ. അപ്പം വിളിച്ചു, ഇവനെ വിളിച്ചു. അപ്പൊ ഇവന്റെ ഫ്രണ്ട് മോട്ടറാക്കി. ഇതത് തന്നെ രാത്രി. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ മാറ്റി. എടാ ഫ്രണ്ട് അല്ല മാമനാണെന്ന്. എടാ നീ പടം കണ്ടിട്ടില്ലേ? വൈഫൈ. ഫ്രണ്ട്, ആ അത് തന്നെ, വെള്ളം അടിക്കുന്ന മാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കമ്പനി അടിക്കുന്ന മാമൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും കൂടിയാണല്ലോ. അപ്പൊ ആ ചിലപ്പോ കസിനായിരിക്കും. ആ ശരി, ആ, അല്ല, ഓക്കെ. മാമൻ തന്നെയാ, റിലേഷൻ മാമൻ തന്നെയാണ്. അവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കാരണം. മാമന്മാർ. ആ അതെ, ഓക്കെ. മാമന്റെ കൂടെ വെള്ളം അടിക്കുന്ന സമയം മാമൻ മോട്ടറാക്കി വിടും ഇവനെ. നീ ഇങ്ങനെയൊന്നും പോലെ നല്ല ഉടുത്തൊരുങ്ങി പോവാ. അപ്പം മാമന്റെ വൈബിലുള്ള ഡ്രസ്സില് ഓനെ ഉടുത്തൊരുങ്ങി വിടും. ഓൻ നല്ല മഞ്ഞ തിളങ്ങുന്ന ജുബയും വെള്ള മുണ്ടൊക്കെ എടുത്ത് രാത്രി 10 മണിക്ക് പുറത്തിറങ്ങും ഇവളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. കുഞ്ഞിരാമായണം തമ്മിൽ. ഇവൻ അതായത് പേഴ്സ് മറന്നത് തിരിച്ചെടുക്കാനാണ് പോകുന്നത്. എന്തിനാണെന്ന് ഇവൻ അറിയില്ല. ഇവൻ പേഴ്സ് എടുക്കാന്ന് മാത്രമേ അറിയുള്ളൂ. ഉം. ആ, ഇവളുടെ വീട്ടിന്റെ മുന്നിൽ നല്ല ഉടുത്തൊരുങ്ങി. ഇവളാണെങ്കിൽ കരഞ്ഞ് ടെൻഷനായിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇവനെ കൂട്ടിയിട്ട് കോളേജിലേക്ക് പോകും. കൂട്ടിയിട്ട്. ആ, കോളേജിലെത്തി ഇവർ ആ പേഴ്സ് തുറന്നു നോക്കുമ്പം ഈ സാധനം കണ്ടിട്ട് ഇവൻ കരയുവടാ. കരയോ? കരഞ്ഞു മെയ്യും. അയാൾക്ക് ചിരിച്ച് എന്റെ ബേബിയെ പറ്റി ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചെന്നൊക്കെ. പാവം ചെക്കൻ. ഓ, പിന്നെ അതിന്റെ ശേഷം ഓള് പറയും ഇത് ഓളതല്ല, ഓളുടെ ഫ്രണ്ടിന്റെ ആണെന്ന്. അപ്പം ഓന് സമാധാനാവും, ഓൻ ഹാപ്പി ആവും. ശരി. ആ ആ. ആ. ഉം. മോട്ടറാണെങ്കിലും മണ്ടനാണല്ലേ. മോട്ടറാണ്. ഓക്കെ. പിന്നെ ഈ പടത്തിന്റെ വേറെ എന്ത് പറഞ്ഞാൽ, ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിന്റെ എൻഡ് ക്രെഡിറ്റ് സീനാണ്. എൻഡ് ക്രെഡിറ്റ് സീൻ. അതിലാണോ ആ, ജെമിനി ഉള്ളത്? എൻഡ് ക്രെഡിറ്റ് സീനിലാണ് നമ്മുടെ ഈ പടത്തിന്റെ ഇതൊക്കെ അല്ല, ജെമിനിയായി കുറേ ഉണ്ട്. ജെമിനിയയില് ധ്യാൻ ശ്രീനിവാസന്റെ യങ് ആയിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓ, അത് ശരി. ഉം. ഇത് മാത്രല്ല, അതൊക്കെ അത്യാവശ്യം രസമുണ്ട് കേട്ടോ കണ്ടിരിക്കാന്. ഇവൻ പടം ഫുൾ എടാ കണ്ടല്ലേ ആദ്യം. ജെമിനി വെച്ച് ജനറേറ്റ് ചെയ്തതാണെങ്കിൽ ഈ പടം നമ്മളെ യൂട്യൂബിൽ പ്ലേ ചെയ്ത കോപ്പിറൈറ്റ് അടിക്കും. ഏയ്, ഇതൊക്കെ AI ആണെന്ന്, ലൈക്ക് ഞാൻ AI വെച്ച് ജനറേറ്റ് ചെയ്തതാണെന്നും പറയാലോ എനിക്ക്. അത് ശരി. ആ, ഇതിപ്പോ എനിക്ക് വേണമെന്ന് വെച്ചാൽ നിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഇതുപോലെ ആക്കാതെ. ഇത് AI ജനറേറ്റഡ് ഇമേജസ് അല്ലേ, ഉം. ഞാൻ AI വെച്ച് ജനറേറ്റ് ചെയ്തല്ലേ. ഇവര് ഗൂഗിളിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ടാവോ ഇതൊക്കെ എടുക്കാൻ? ആ. ആ, ഇതിന്റെ എടാ ക്ലൈമാക്സ് എനിക്ക് ആണ്. റിയാസ് ഖാൻ എന്താ, റിയാസ് ഖാൻ മറ്റേ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടൊരു പോസ്റ്റ് ഇല്ലേ, അതില് ഞാൻ നോക്കുന്ന പോലെ നോക്കുന്നുണ്ടല്ലോ റിയാസ് ഖാൻ. പോസ് ആ, കോപ്പി അടിക്കും. റിയാസ് ഖാൻ. പക്ഷെ റിയാസ് ഖാൻ വിഷയാണ് കേട്ടോ. റിയാസ് ഖാൻ എന്നുള്ളൊരു ആക്ടർ ഒരു അടിപൊളി ആക്ടറാണ്. മോളിവുഡിൽ അങ്ങേരെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഇപ്പൊ ആൾക്കാർ. എന്താണ് അങ്ങേരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതാണോ? അല്ല, റിയാസ് ഖാൻ അതിന് സെക്യൂരിറ്റി ആയരേ എന്തോ നോക്കി. ഇയാൾ എന്തിനാ സെക്യൂരിറ്റി ഒക്കെ ആക്കിയത്? ലൈക്ക് ആ ഒരു ക്യാരക്ടർ പാവം സെക്യൂരിറ്റി, ഒരു കോളേജിന്റെ പാവം സെക്യൂരിറ്റി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആള് ഭയങ്കര മസിലുള്ള ഫിറ്റ്. അറിയാലോ, റിയാസ് ഖാൻ എന്തിട്ട് കഴിഞ്ഞാലും ബോഡി ബിൽഡർ ആണെന്ന് എടുത്ത് കാണിക്കുമല്ലോ. ചിലപ്പോ എക്സ് മിലിറ്ററി ആയിരിക്കും അതാ. ആ, പിന്നെ ചെക്കൻ ധ്യാനിന്റെ അനിയനാണ്. ആരാ ധ്യാനിന്റെ അനിയൻ? ധ്യാനിന്റെ അനിയനോ? ആ അതെ, ധ്യാനിന്റെ അനിയനാണ്. ആക്ച്വലി ധ്യാനിന്റെ അനിയനാണ്. ആര്? ആ, ലൈക്ക് ഞാൻ പറഞ്ഞ നായകൻ.
ആ, ഓ മഞ്ഞ ചുബിയിട്ട് രാത്രി 12 മണിക്ക് കോളേജിലേക്ക്. ഓ ധ്യാനിന്റെ സിനിമയിലെ അനിയൻ. ഓക്കെ ഓക്കെ ആ, ഓക്കെ. സിനിമയിൽ അനിയൻ. ഓ ആ, ഞാൻ വിചാരിച്ചു ഉറങ്ങി. പാവം. എന്താ പറഞ്ഞ ആ, റിയാസ് ഖാൻ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ് ഗംഭീര സാധനം. അതായത് ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുന്ന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റിയാസ് ഖാൻ ആണ് ഇതിലെന്തോ മെയിൻ വില്ലൻ, വലിയ എന്തോ ഒരു വില്ലനാണ്. ധ്യാൻ ശ്രീനിവാസനാണ് വില്ലനെ കൊല്ലാൻ വരുന്ന വാരിയർ. ലൈക്ക് എന്താണ് എന്തോ ഒരു സംഭവം, അതെന്താണെന്ന് സെക്കൻഡ് പാർട്ടിനെ നമുക്ക് മനസ്സിലാവുള്ളൂ. മറ്റേ ആ ആ, കളിയങ്കാട്ട് നീലിയെ കത്തനാറ് ആ, തളയ്ക്കുന്ന പോലെ ക- റിയാസ് ഖാനെ ധ്യാൻ ശ്രീനിവാസൻ തളയ്ക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ തളിക്കും. പക്ഷെ അതൊക്കെ ഭയങ്കര ഗംഭീരാട്ടോ. ലൈക്ക് പടായിട്ട് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് വാവ് ഫീൽ അടിക്കും. അങ്ങനെ ഒരു സാധനം. വാവ് പോലെ എടുക്കണം, എന്നാലേ വാവ് ഫീൽ അടിക്കും. ഏയ്, സാധനമുണ്ട്, സാധനമുണ്ട്, പടം കാണാനുണ്ട്. സംഭവം ഇയാൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിലെ വി എഫ് എക്സും കാര്യങ്ങളും ചെയ്യാൻ. അപ്പം അത് ഇയാള് വോയിസ് ഓവർ ജെമിനി കാര്യങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് പടം. ഉം. സിമ്പിൾ പടം. മന്ദാകിനി എന്ന് പറഞ്ഞ പ്രേതം ഈ പിള്ളേരെ പിടിക്കുന്നു, എന്നിട്ട് ലാസ്റ്റ് ഗംഭീര ട്വിസ്റ്റ് വരുന്നു. മന്ദാകിനി മാത്രമല്ല, മന്ദാകിനിക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. ആ അനിയത്തിയും കൂടിയാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നാണ് അതിൽ വലിയ ട്വിസ്റ്റ്. അപ്പം അത് ശരി. ആ, ഇവർക്ക് ഉള്ള സൂപ്പർ പവേഴ്സ് ഇനി അതൊക്കെ എന്താണെന്നൊന്നും പ്രോപ്പർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഇവര്. അത് കൂടുതലായിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. സോ നമുക്ക് രണ്ടാം സെക്കൻഡ് പാർട്ട് ഭാഗത്തില് അനൗൺസ് ചെയ്തോ? സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അനൗൺസ് ചെയ്തിട്ടില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടാവൂല, അപ്പം ഉറപ്പില്ല. എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ പ്രൊഡ്യൂസ് ഒന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ ഫുൾ വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നല്ല സ്കോപ്പുള്ള പാടാണ് സീക്രട്ട് ഓഫ് കലിംഗ. അത് ശരി. ആ, സീക്രട്ട് ഓഫ് കലിംഗയില് സെക്കൻഡ് പാർട്ടില് 2 പ്രേതം ഉണ്ടടാ, 2 പ്രേതം. മന്ദാകിനിയുടെ അനിയത്തിയും വിഷയായിരിക്കും സീക്രട്ട് ഓഫ് കലിംഗ. സോ നമ്മുടെ സീക്രട്ട് ഓഫ് കലിംഗ പാർട്ട് 2ക്ക് വേണ്ടി നമ്മളൊക്കെ വെയിറ്റിംഗ് ആണ്. നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ. ആദി ആദി കണ്ടോ? പടം കണ്ടിട്ട് എന്താണ് അഭിപ്രായം? സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണോ? ഇതൊക്കെ യൂണിവേഴ്സ് ആക്കാൻ പറ്റുമോ? യൂണിവേഴ്സ് ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവർക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇവര് കൊണ്ടുവന്ന സ്റ്റോറി കൊള്ളാം. അതായത് ദുർമന്ത്രവാദികളായ ആൾക്കാർ, അതായത് മറ്റുള്ള ആൾക്കാർ ആക്രമിക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ദുർമന്ത്രവാദികൾ ട്രെയിൻ ചെയ്ത കുറച്ച് ആൾക്കാർ, ഓ പിന്നെ നല്ലവരായ ദുർമന്ത്രവാദികൾ. നല്ലവരായ ദുർമന്ത്രവാദികൾ. ഞാനെല്ലാം നല്ലവരായ അപ്പൊ ഈ ദുർമന്ത്രവാദികൾ. അപ്പൊ ഈ മന്ദാകിനി നല്ല പ്രേതാണോ? ആ, മന്ദാകിനി നല്ല പ്രേതാണോ മോശം പ്രേതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മന്ദാകിനി വിച്ചാകാൻ കാണാം, അതായത് ദുർമന്ത്രവാദി ആകാൻ കാരണമുള്ള റീസൺ അടിപൊളിയാണ്. ലൈക്ക് ആണുങ്ങളില്ലാത്ത വീട്ടില്, ലൈക്ക് അത് രാജാവിന് മനസ്സിലായി, അതിന് പെണ്ണ് പറഞ്ഞു, മാത്രമാണെങ്കിൽ അതിന് ആ പറഞ്ഞു. ആ റീസൺ അടിപൊളിയാണ്. ലൈക്ക് അതിനു വേണ്ടിയാണ്, അതല്ല, പ്രോപ്പർ റീസണിങ് ഉണ്ട്. അപ്പൊ ഈ നല്ല ദുർമന്ത്രവാദി ആണെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ കിണറ്റി ചാടിച്ച് കൊല്ലൂലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ആൾക്ക് എന്തോ, എനിക്ക് തോന്നുന്നു ആൾക്ക് പ്രാന്തായതാണ്. അതെന്തുകൊണ്ടാണ് ആൾക്കാരെ കിണറ്റിൽ ഇട്ട് കൊല്ലുന്നതിനുള്ള റീസണിങ് കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു അവളെ കിണറ്റിലേക്ക് അല്ല വിഗ്രഹമാക്കിയിട്ട്. ചിലപ്പോ അങ്ങനെ ഈ പ്രേതങ്ങൾക്ക് ഇങ്ങനെ ചില പ്രേതങ്ങൾക്ക് തിന്നാനോ വിശപ്പോ അങ്ങനെ എന്തെങ്കിലും വല്ലായിരിക്കും. ആ, ആ, മറ്റേ ചോരയും കുടിക്കുന്ന പോലെ. അതെനിക്ക് ശരിക്കും മനസ്സിലായില്ല. ലൈക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മന്ദാകിനിയെ ലൈക്ക് മന്ദാകിനി ഈ കിണറ്റിലേക്ക് എല്ലാരെയും വലിച്ചു കൊണ്ടുപോകുന്നത്? ലൈക്ക് മന്ദാകിനി എനിക്ക് തോന്നുന്നു വില്ലനാവാൻ കാരണം മറ്റുള്ള ദുർമന്ത്രവാദികൾ കാരണമാണ്, അല്ലേ? അപ്പം മന്ദാകിനി എങ്ങനെ ഒരു വില്ലത്തിയാവുന്നു, അല്ലെങ്കിൽ ഒരു പ്രേതത്തിനെ പോലെ ഇങ്ങനെ ആൾക്കാരെ വശീകരിച്ച് കിണറ്റിച്ചാടിക്കുന്ന ആളാവുന്നു ഉള്ളതിന് പ്രോപ്പർ റീസണിങ് കൊടുത്തിട്ടില്ല പടത്തില്. മേ ബി പാർട്ട് 2 അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും, ഉണ്ടാവുമായിരിക്കും. അത് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മന്ദാകിനി ഒരു വില്ലത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതില് മോസ്റ്റ്ലി മന്ദാകിനി ഒരു പ്രേതമാണ്, ഈ ആൾക്കാരെ കൊല്ലുന്ന ഒരു പ്രേതം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു മന്ദാകിനി ആക്സ് എ ക്യാരക്ടർ ആളുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ദുർമന്ത്രവാദം പഠിച്ചത്. അപ്പം അത് അതില് ശരി. മറ്റുള്ള ദുർമന്ത്രവാദികൾക്ക് അസൂയായിട്ട് ഇവിടെ തളച്ചിട്ട് വിഗ്രഹമാക്കിയിട്ട് ഒറ്റയ്ക്ക് കിണറ്റിലിട്ട്. ഒറ്റയ്ക്ക് പഠിച്ചതാണോ അതോ ആൾക്ക് ഗുരു ഉണ്ടോ? ഗുരു ഗുരു. ആ, ഗുരുവുണ്ട്.
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും കുറച്ച് ദുർമന്ത്രവാദികളാണല്ലോ ഇവളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇവള് ഒരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണ്. പഠിച്ച് 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 ഗുരുനാഥന്മാരെക്കാട്ടിയും വലിയ ദുർമന്ത്രവാദിയായി. ഓ അപ്പൊ ആ അവർക്ക് തന്നെ അപ്പൊ അവർക്ക് തന്നെ ഇതായി. അസൂയായി. അതാണ്, നമ്മൾ ഒരാളുണ്ടല്ലോ ട്രെയിനിങ് പോയി, ആ ട്രെയിനിങ് തരുന്ന ആളെക്കാളും നമ്മൾ വലിയ. ഇതുപോലെ വേറൊരു പടമുണ്ട്. എന്താണ് പടത്തിന്റെ പേരെങ്ക്? ചിത്തിനി എന്ത്? ചിത്തിനി ചിത്തിനി ചിത്തിനി. ചിത്തിനി ചിത്തിനി അത് ഞാൻ കണ്ടില്ല. അത് കാണണം. ചിത്തിനി മലയാളമാണോ അത്? ആ മലയാളമാണെന്ന് ചിത്തി തോന്നുന്നത്. OTT ഇറങ്ങിയോ? ചിത്തിനിയുടെ ചിത്തിനി ചിത്തിനി. റീമേക്ക് ആണോ ഇത്? അല്ല, ചിത്തിനി എനിക്ക് തോന്നുന്നു സൈബർ ലോകത്തെ സൈബർ സെക്യൂരിറ്റി ലോകത്തെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ട് അത് ഹൊറർ ലെവലിൽ എടുത്തതാണ്. സൈബർ ലോകത്തെ കുറ്റകൃത്യമാണ്, അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയാണ് അല്ലേ? കമ്പ്യൂട്ടർ പ്രേതാണോ? കമ്പ്യൂട്ടർ പ്രേതാണോ? സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങൾക്കുള്ള എന്തോ ഒരു പരിപാടിയാണ് അത്. നമ്മുടെ സൈബർ അനാലിസ്റ്റ് കൂടി ഉണ്ടായാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഓ റെസിഡന്റ് സൈബർ അനാലിസിസ്. ആ അതെ അതെ അതെ. അപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്. ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം അതെങ്ങനെയാണ് ആ പടം സൈബർ കണ്ടിട്ട്. സെക്യൂരിറ്റി അനലിസ്റ്റ് ഇന്നില്ല, രണ്ടാഴ്ച കഴിഞ്ഞാൽ വരുമായിരിക്കും. ആ ആളെ കിട്ടാൻ പാടാണ്, ആ ആൾക്ക് ഭയങ്കര തിരക്കാണ്. ആള് കുറച്ച് നമ്മുടെ ചിത്തിനിയുടെ സാധനം ചെയ്യുമ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റിനെ കൂടി വിളിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതെ. പക്ഷെ ഗംഭീര പടം, ഓഫ് കോഴ്സ് ഗംഭീര പടം. ഓ അല്ല, മലയാള അത് പടോ? ചിത്തിനിയോ? വിനയ് ഫോർട്ട്. വിനയ് വിനയ് ഫോർട്ട് ഫോർട്ടുള്ള പടോ ചിത്തിനി? വിനയ് ഫോർട്ട് സൈബർ സെക്യൂരിറ്റി ജാവ വെച്ചിട്ടാണോ ചെയ്യുന്നത്? എടാ ഓ ചിത്തിനി സൈബർ ഒന്നും അല്ല. ഇതാണോ പടം ചിത്തിനി? നിന്റെ ഓ സ്ക്രീൻ കാണുന്നില്ല. എന്റെ സ്ട്രീസ്. ഓ സോറി സോറി സോറി, എന്റെ സീന് ഞാൻ മാറ്റാൻ മറന്നു. ഓക്കെ ഓക്കെ, ഇപ്പം കാണുന്നുണ്ടാവും. ചിത്തിനി, വിനയ് ഫോർട്ട്. ഓ, നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്തത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അതാരാ? ഷൈലോക്കിന്റെ പ്രൊഡ്യൂസറാണോ? ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ? നമ്മുടെ പണ്ട് കാലത്ത് മറ്റേ പാട്ടൊക്കെ CD-യിൽ ഇറക്കുന്നില്ലേ, അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. അങ്ങനത്തെ ഒരാളായിരുന്നു ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. ഓക്കെ ഓക്കെ. സുന്ദരിയേവാ ആ അതൊക്കെയാണ്. വെണ്ണിന്റെ അമിത് ദേവാ. ചാലക്കൽ, വിനയ് ഫോർട്ട്. ക്യാരക്ടേഴ്സ് നല്ല ആൾക്കാരാണ്, ക്രൂ ആണല്ലോ. മോക്ഷ, ജോണി ആന്റണി. ആ ജോണി ആന്റണിയാ? ജോണി ആന്റണി, മറ്റേ ഇവൻ നമ്മുടെ CID. മനസ്സിലായി മനസ്സിലായി. ആ ആ അറിയാം. ജോണി ആന്റണി ഒക്കെ ഉണ്ട്. ജോയ് മാത്യു, സുധീഷ്, എടാ ഇത് ഗംഭീര മണികണ്ഠൻ പടാണല്ലോ. അപ്പോഴി. എടാ കാസ്റ്റ് കൊള്ളാമല്ലോ. രജീഷ് ശർമ്മ, എടാ ഈ പടം ഗാംഗുലിയാ. കാണണമല്ലോ ഞാൻ. എനിക്ക് തോന്നുന്നു ചിത്തിനി അല്ലേ, നാളെ നമുക്ക് ചിത്തിനി അനലൈസ് ചെയ്യണം. ചിത്തിനി ചിത്തിനി. പക്ഷെ ഞാനില്ലേ സീക്രട്ട് ഓഫ് കലിംഗ കണ്ടത് ഒരു കൂറപ്പടാന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ കൂറപ്പടായിരുന്നില്ലടാ, അത് ഗംഭീര പടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്താണെന്നറിയില്ല, എന്റെ പ്രശ്നമാണോ അതോ ഞാൻ കണ്ട വൈബിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കിടിലം പടം പോലെയാണ് കണ്ടത്. ലാസ്റ്റ് ക്ലൈമാക്സില് ധ്യാൻ ശ്രീനിവാസൻ ഇൻട്രോ കണ്ടിട്ടില്ലേ, ഗൂസ് ബംസ് അടിച്ച്. അമ്മാതിരി പടം. എന്തായാലും എവിടെയോ ആർക്കോ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് ആർക്കാണെന്ന് അറിയില്ല. അല്ലടാ, സീരിയസ്ലി ലൈക്ക് ആ ക്ലൈമാക്സിലില്ലേ ധ്യാൻ ശ്രീനിവാസനും മറ്റേ ഒരു ബ്ലാക്ക് പാന്തർ, ഇതാ എന്റെ ഫോട്ടോ ഇതിൽ കാണുന്നുണ്ടാവൂലേ, ഞാൻ ആ ഫോട്ടോ ജാഗ്വർ ഇട്ടിട്ടുണ്ട്. ജാഗ്വർ ജാഗോർ, ജാഗ്വർ. അത് തന്നെ. അത് വരുന്ന സമയത്ത് എന്റെ മോനെ, ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ നടന്നു വരുന്ന മുന്നില് റിയാസ് ഖാൻ, ഗൂസ് ബംസ് മൊമെന്റ് മോനെ. ഏത് സാധനം എന്നറിയോ? ഏ ആദ്യം കണ്ടതല്ല പടം? ആദ്യം കണ്ടിട്ട് എന്താ തോന്നിയത്? കറക്കം കണ്ടോന്ന്? കറക്കം ഇല്ല ഇല്ല, അത് കണ്ടില്ല. അതെങ്ങനെയാ? അത് പൊട്ടപ്പടാണോ? നമ്മള് കൂറപ്പടം മാത്രമേ കാണുള്ളൂ. ഇനി ഫുൾ കൂറപ്പടങ്ങൾ മാത്രമേ കാണുള്ളൂ. കറക്കം. കറക്കം ഹൊററാണല്ലേ? ഓ, ഹൊറർ പടങ്ങളാണല്ലോ. ഓ, ഇതും ന്യൂ ഇയർ ആണല്ലോ. ഇതും ന്യൂ ഇയർ തന്നെയാണ് കേട്ടോ കഥ നടക്കുന്നത്. അല്ലെങ്കിലും ന്യൂ ഇയറിൽ കുറെ കഥ നടക്കും. അന്ന് ആനന്ദത്തിൽ തുടങ്ങിയതാ ട്രെൻഡ്. ആനന്ദത്തിൽ എന്താണ്? ആനന്ദത്തിലെ ന്യൂ ഇയറിൽ ഹൊറർ അല്ലല്ലോ. അല്ല, ആ ന്യൂ ഇയറിന്റെ ട്രെൻഡ് അവിടെ നിന്നാ തുടങ്ങിയത്.
ആഹാ. ഈ ന്യൂ ഇയറിനോട് എന്തോ ഇവർക്ക് പ്രശ്നമുണ്ടെന്ന് കേട്ടോ. ന്യൂ ഇയറിൽ ഇതെന്താ എന്തൊക്കെയാണ് ഉപയോഗിക്കുക? ശ്രീനാഥ് ബാസിയും മറ്റേ എടാ ആനന്ദൻ ടീമാണല്ലോ, ശ്രീനാഥ് ബാസിയും മറ്റേ ചങ്ങായിയൊക്കെ ഉണ്ട് ചെക്കനൊക്കെ. ആ, കുറച്ചുകൂടെ ബെറ്റർ ഹൊറർ പടമാണ്, നല്ലതല്ല എന്നാലും കറക്കം. എടാ ഈ സീക്രട്ട് ഓഫ് കാലിംഗ് എന്താണെന്നറിയോ? ആ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ അറിയോ? ദ ആ റൂം പോലെ, അതായത് ഇറ്റ്സ് സോ ബാഡ് ഇറ്റ്സ് ഗുഡ്, ആ ഒരു സംഭവം ഉണ്ട്. ആ ആ, 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 അങ്ങനെ. അതായത് ആ കൂറപ്പടാണ് എന്നാ അത് കൂറപ്പടത്തില് കൂറപ്പടം, അങ്ങനെ ഒരു സംഭവം. അത് അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ്, പടം മോശമായി തോറും ഒരു 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 സ്പെസിഫിക് ലെവലിന് അപ്പുറത്തേക്ക് പടം മോശമായ പിന്നെ അത് കാണാൻ ഒരു ചെറിയൊരു ഫണ്ട് ഉണ്ടാവും. ആ, അതും ശരിയാണ്. ആ, അങ്ങനെ പറയാം. ചിലപ്പോ അങ്ങനെ ആയിരിക്കും എനിക്ക്. പക്ഷെ എനിക്ക് അത് കാണാൻ നല്ല രസത്തിൽ കണ്ടിരുന്നു. അത് കൂറപ്പടാണ് ഓഫ് കോഴ്സ്. ഞാൻ നല്ല പടം എന്ന് ആരോടെയും പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ തല്ലിക്കൊല്ലും, അങ്ങനെയാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ കാണാനുണ്ട് സീന് സാധനം. ഞാൻ പറയുകയാണെങ്കിൽ ഗംഭീര പടം. അതിന് ചിലപ്പോ ഞാൻ കണ്ട മൂഡിന്റെ പ്രശ്നമാണ്. പക്ഷെ മസ്റ്റ് നീ ഇന്ന് ഒരു എന്ത് മൂഡില്ല ശരിക്കും? ഞാൻ ഞാൻ എന്താ വിചാരിച്ചറിയോ? ധ്യാൻ ശ്രീനിവാസൻ പടം ഒപ്പൻഹൈമർ ഓഫ് മോളിവുഡ് എങ്ങനെ ഇരിക്കും കണ്ട്. ഞാൻ വിചാരിച്ചത് സ്കിപ്പ് അടിച്ച് കാണാം. മോളിവുഡോ? ആ, അങ്ങനെ അതറിയില്ലേ? ധ്യാൻ ശ്രീനിവാസനാണ് ഒപ്പൻഹൈമർ ഓഫ് മോളിവുഡ് എന്ന് പറയുന്നത്. അതെന്താ, ബോംബ് സ്റ്റാർ ആയോണ്ടാണോ? അതെ, അതുകൊണ്ട് അപ്പം ഒപ്പൻഹൈമർ ഓഫ് മോളിവുഡ് ഇന്റർസ്റ്റെല്ലാറിന്റെ നീ നെല്ലിൽ നിന്ന് സൈഫൈ പടം എടുത്തു. നീ ആറ്റം ബോംബ് പ്രതീക്ഷിച്ച് പോയിട്ട് പൊട്ടാസ് പടക്കം കിട്ടിയോണ്ടാണോ നിനക്ക് ഇത്ര വലിയ ഫീല് വന്നത്? അറിഞ്ഞൂടാ, ചിലപ്പം ആറ്റം ബോംബ് പ്രതീക്ഷ വന്നിട്ട് അതിനേക്കാളും വലിയ ബോംബ് കിട്ടിയോണ്ടാണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ കണ്ടു, എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ, അതിലൊരു സീനില്ല, ഞാൻ നേരത്തെയും പറഞ്ഞ അതേ ഡയലോഗ് റിപ്പീറ്റ് അടിച്ച് പറയാം. ഗ്രഹണ സമയങ്ങളിലെ കോസ്മിക് റേസ് എന്താണ് ഗ്രഹണ സമയങ്ങളിലെ കോസ്മിക് റേസ് മന്ദാകിനിയുടെ തകിടിന്റെ ശക്തി കുറയ്ക്കും. ഓട്ടോമാറ്റിക്കലി മന്ദാകിനിയുടെ ശക്തി കുറയും. അപ്പൊ ഞാൻ എണീച്ച് നിന്ന് കൈയടിച്ചതാ, ഇങ്ങനെ അടിച്ച്. ഏതാ സാധനം ഡയലോഗ് ഡെലിവറി! ഓ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ അത് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടതാണ്. അത് നീ ഒരു ഫിസിക്സ് മേജർ ആയതുകൊണ്ട് അതെ, ലൈക്ക് സ്വാഭാവികമായിട്ടും ബേസിക്കലി അയാൾ എടുക്കണം തന്നെ. ഉദ്ദേശിച്ചത് അതാണ്. അതായത് കോസ്മിക് റേസ് കാരണം ഈ തകിടിന്റെ ശക്തി പോകും. അപ്പൊ അതെന്താണ് ഫിസിക്സില്? ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡാണ് ഈ തകിട്. റേഡിയേഷൻ. ഓക്കെ ഓക്കെ. അപ്പൊ കോസ്മിക് റേസിന് മാത്രമേ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ബ്രില്യൻ 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 ഇതിലും റൈറ്റിംഗ്. ഈ അടിപൊളിയായിട്ട് ധ്യാനിന്റെ ഒരു സൈഫൈ പടമുണ്ട്, ഓർക്കുന്നുണ്ടോ നീ? ഞാൻ മറന്നുപോയല്ലോ. റൈറ്റ്. ഓ, തെർമോഡൈനാമിക്. എടാ, ധ്യാനില്ലേ തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട്, അറിയോ? അതേതാ പടം? സീക്രറ്റ്. സീക്രട്ടോ? ആ പടം കണ്ടിട്ടില്ല? അത് ഞാൻ കണ്ടില്ലടാ. അത് ഞാനും ആദ്യം ഒന്നിച്ചിരുന്നാണെന്ന് തോന്നുന്നു കണ്ടത്, അല്ലാതെ ഞാൻ മറന്നു. സീക്രറ്റ്, ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യം തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. ആ ഒരു പടം ഉണ്ട്. അത് അതിന്റെ റൈറ്റർ ആരാന്നറിയോ? നീ വിശ്വസിക്കൂല അതിന്റെ റൈറ്റർ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിനക്ക് അറിയണ്ടോ ആ റൈറ്റർ? എസ് എൻ സ്വാമി. ആരാ? കേട്ടിട്ടുണ്ടോ എസ് എൻ സ്വാമി? അയാള് ഇതാണോ മറ്റേ മറ്റേ സി ബി ഐന്റെ റൈറ്റർ? സി ബി ഐന്റെ റൈറ്ററാണ്. സി ബി ഐന്റെ റൈറ്റർ എഴുതിയ ഒരു സൈഫൈ പടാണ് ആക്ച്വലി. ഇതിന്റെ കഥ എന്തായിരുന്നു? എന്താണ് തെർമോഡൈനാമിക്സ് യൂട്യൂബില് ഫുള്ളുണ്ട്. ഉണ്ടല്ലേ? ആ സീക്രട്ട്. ഇവര് രഞ്ജിത്തൊക്കെ ഉണ്ടല്ലോ. ആഹാ. ഇതിലെന്താണ് ഇതിന്റെ കഥ? മറ്റേ ബട്ടർഫ്ലൈ എഫക്റ്റും തെർമോഡൈനാമിക്സും ഒക്കെ കുഴച്ചതാണ്. ഇതിലെന്തൊക്കെയോ പറയുന്നുണ്ട്. തെർമോഡൈനാമിക്സില് എൻട്രോപ്പി കൂടുമ്പം ഇങ്ങനെയാകും, എൻട്രോപ്പി കുറയുമ്പം ഇങ്ങനെയാകും, എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് എൻട്രോപ്പി കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ലൈക്ക് ഈവൻ ഞാൻ MSc ഫിസിക്സ് ഗ്രാജുവേറ്റ്, ലൈക്ക് MSc ഫിസിക്സ് ഫൈനൽ സെമിസ്റ്ററോട് അടുക്കുമ്പോഴാണ് ഈ പടം കണ്ടത്. എന്നിട്ട് പോലും എനിക്ക് ഇതിലെ ഫിസിക്സ് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ഗംഭീര പടം. ലൈക്ക് നമ്മുടെ ഒരു പ്രോപ്പർ ഫിസിസിസ്റ്റിന് പോലും ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പടം. ഈവൻ നോളന്റെ പടം PhD ചെയ്ത ഒരാൾക്ക് പോലും മനസ്സിലാവും, അല്ലേ? അതെ അതെ. ഇന്റർസ്റ്റെല്ലാർ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവും, ഫുൾ മനസ്സിലാവും. എടാ ലൈക്ക് രഞ്ജി പണിക്കർ, എടാ ഇത് ഭയങ്കര കാസ്റ്റ് ആണല്ലോ. ഏത് സീക്രറ്റോ? ആ രഞ്ജി പണിക്കർ ഉണ്ട്. ആ,
മറ്റേ അമ്മയുണ്ട്, ഇയാളുണ്ട്, മറ്റേ സീക്രട്ട്. ABCDയിലെ ചെക്കനുണ്ട് ഡയറക്ടർ. സീക്രട്ട്. ഉഫ്. സീക്രട്ട് ഗംഭീര പട, ഗംഭീര പടാണ് സീക്രട്ട്. ധ്യാൻ ശ്രീനിവാസൻ. നീ ഏലാ നോക്കുന്ന? IMDb-യിലാണോ? അല്ല, ഞാൻ യൂട്യൂബില്. ആ ഹാ ഹാ. ഈ ട്രെയിലർ പ്ലേ യൂട്യൂബില് ചെയ്തോ? പടം ഉണ്ടല്ലോ. ആ ഹാ, യൂട്യൂബിൽ ട്രെയിലർ ഫുൾ അല്ല, മൂവി ഉണ്ട്. പടം തന്നെ. ഫുൾ ഉണ്ട്. ഫുൾ മൂവി ഉണ്ട്. ആ. ആ ഹാ ഹാ. നീ ഇതില് ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലും നിന്നോട് കരുണ കാണിക്കണം. ഇതിന്റെ പ്രശ്നം ഇത് ഇതെന്താ സംഭവം എന്ന് വെച്ച് വെറും കഴിഞ്ഞാ, വെറും വെട്ടും കുത്തും മയക്കുമരുന്നും ഒക്കെ വലിയ കഥയാക്കി സിനിമയിലാക്കി യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നല്ലൊരു സിനിമ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. SN ആ ഹാ ഹാ. സ്വാമി, കൈ തംസപ്പും അല്ല, പൂച്ചെണ്ടുകളും. അതായത് നമ്മള്, അതായത് ഞാൻ ഈ പടം ക്രിസ്റ്റഫർ നോളൻ സയൻസ് ഫിക്ഷൻ മൂവീസ് എടുക്കാറുണ്ട് അല്ലേ? ഉം. ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ. സോ ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ ഒക്കെ നോർമലി ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ കൂടുതൽ ഡെപ്ത്, ഇൻ ഡീപ്പ് നോളജ് വേണമെങ്കിൽ PhD ഉള്ള ആൾക്കാർക്ക് മാത്രമേ ചിലപ്പം ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ലൈക്ക് ടൈം ഡയലേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാണെങ്കിൽ ഒരു MSc ഫിസിക്സ് പ്രോപ്പറായിട്ട് പഠിച്ച ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഉം. പക്ഷേ ഈ പടത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് PhD കഴിഞ്ഞ ഒരാൾക്ക് പോലും ഈ പടത്തിന്റെ കഥ മനസ്സിലാവില്ല. ലൈക്ക് എന്താണ് ഈ പടം കൊണ്ട് ഉദ്ദേശിച്ചത്? അമ്മാതിരി സൈഫൈ പടം. അങ്ങനത്തെ ഒരു സൈഫൈ പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവര് തെർമോഡൈനാമിക്സ് ഒക്കെ വെച്ചിട്ടാണ്. തെർമോഡൈനാമിക്സ്, സൈക്കോളജി, പിന്നെ എന്താണ് വേറൊരു സാധനം ഉണ്ടല്ലോ, ബട്ടർഫ്ലൈ എഫക്റ്റ്. എന്താ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പടത്തിന്റെ തമ്മിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ദ സീക്രട്ട് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. അവർക്ക് തന്നെ അറിയില്ല ദ സീക്രട്ട് ഓഫ് എന്താണെന്ന്. അതാണ് ഈ എന്താ പടത്തിന്റെ ദ പ്രത്യേകത. സീക്രട്ട്? ദ സീക്രട്ട്. SN സ്വാമി ഫിലിം. SN സ്വാമി ഫിലിം കിട്ടിയ പടമാണ്. എന്റെ വ്യൂവേഴ്സ് മസ്റ്റ് ആയിട്ടും എടാ, കാണാൻ ട്രൈ ചെയ്യേണ്ട പടമാണ്. ഈ പടം കണ്ടിട്ട് ആർക്കെങ്കിലും സീക്രട്ട് ഓഫ് കലിംഗ യൂട്യൂബിലുണ്ട്. സീക്രട്ട് ഓഫ് കലിംഗ യൂട്യൂബിൽ ഇറങ്ങിയോ? സീക്രട്ട് ഓഫ് കലിംഗ. ആ. ഏ ഫുൾ ഇറങ്ങി. ദാ ആ ദാ ഫുള്ളുണ്ട്. നീ കഷ്ടപ്പെട്ട് സൺ നെക്സ്റ്റിലൊക്കെ പോയി കണ്ടുവല്ലേ? ഓ, ഞാൻ സൺനെക്സ്റ്റിലൊക്കെ പോയി കാണേണ്ടി വന്നു. ഞാൻ അറിയില്ലല്ലോ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. സീക്രട്ട് അതാ ഓഫ് അതാ അതാ സീക്രട്ട് ഓഫ് മഞ്ഞ കലിംഗ. മഞ്ഞ ഷർട്ട്, മഞ്ഞ ഷർട്ട്, പേഴ്സ് തുറന്നു നോക്കി. നീ ആ സീൻ എടുത്തോ? നിനക്ക് എങ്ങനെ കിട്ടിയേ? യൂട്യൂബിലുണ്ടല്ലോ. നീ ഫുൾ മൂവി എടുത്തോ? ആ. ഇല്ലല്ലോ, യൂട്യൂബിൽ കാണുന്നില്ല. ദാ, ഞാനിതാ. ആ, ആ ഉണ്ടല്ലേ, ഉണ്ട് 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 ഉണ്ട്, യൂട്യൂബിലുണ്ട്. അതാരോ അപ്ലോഡ് ചെയ്തതാ. ഓ, പാവം ചെക്കടാ. VFX. നീ അതിന്റെ ക്ലൈമാക്സ് വെച്ച് നോക്ക്. ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ സീക്രട്ട് ഓഫ് കലിംഗയുടെ. എടാ, ഇതെന്താ റെസല്യൂഷൻ പോലും ഇവര് ജെമിനി പ്രീമിയം പോലും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. എടാ അത് എനിക്ക് തോന്നുന്നത് ഈ 1080p-ലൊക്കെ ആയിട്ടാ. 1080p-ൽ പ്ലേ ചെയ്. അത് ക്ലാരിറ്റി 1080p ലൈറ്റ് തന്നെ ആയിരിക്കും. ഉള്ളത്. 1080p ജെമിനിന്റെ നോക്കടാ. റെസൊല്യൂഷൻ. എടാ ജെമിനിയിൽ 4K ഇമേജ് ആണോ ജനറേറ്റ് ചെയ്യുന്നത്? ജെമിനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. കോപ്പിറൈറ്റ് കിട്ടുമോ? ഏതാ? ആഹാ. ബാഹുബലിയോ? നീ ഇല്ലേ 1 മിനിറ്റ്. ആ പ്രശ്നം നീ പറഞ്ഞത് ശരിയാണ്. ഇതില് 1 മിനിറ്റ് 52 സെക്കൻഡ്, 53 സെക്കൻഡ്, ആ ഒരു ടൈമൊക്കെ വെച്ച് നോക്ക്. ഗംഭീര സാധനങ്ങളാ. റിയാസ് ഖാന്റെ ഏയ്, പേര് ഓറയാണേ. ഇപ്പോഴൊക്കെ ടൈറ്റിൽ കാർഡാടാ. ആഹാ. നീ ഇല്ലേ ഇതില് ഇതിന്റെ ട്വിസ്റ്റ് കഥ എന്താണെന്ന് റിവീൽ ചെയ്യുന്നതില്ലേ 1 മണിക്കൂർ 50 മിനിറ്റ് ആകുമ്പോഴാണ്. ഒരു 1 മണിക്കൂർ മണിക്കൂർ 50 മിനിറ്റാ? 1 മണിക്കൂർ 49 മിനിറ്റ്, 153 സെക്കൻഡ്. ഓ, പാമ്പ്.
506 BC. ആ ആട് നോട്ടിട്ട് ആട് നോട്ടിട്ട് ആട് നോട്ടിട്ടാണ് ഇതിന്റെ പ്ലോട്ട് എന്താന്ന് റിവീൽ ചെയ്യുന്നത്. ജസ്റ്റ് 10 മിനിറ്റേ ഉള്ളൂ. ആ പ്ലോട്ട് അടിപൊളിയാണ് കേട്ടോ. 10 മിനിറ്റേ ഉള്ളൂ. ആ പ്ലോട്ട് അവർ പറയുന്ന രീതി, VFX കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷെ പ്ലോട്ട് അടിപൊളിയാണ്. അത് ഒരു പ്രോപ്പർ പടമായിട്ട് ഇതെന്താ എടുത്തില്ലെങ്കിൽ. ലാസ്റ്റിലേക്ക് ആനിമയാ? ആ ഇത് മറ്റേ ലിയനാർഡോയില് ചെയ്ത